അഊദുബില്ലാഹി സമീഉൽ അലീം മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. യാ ഹിമ്മത്തശ് ശൈഖ് ഉദ്രി ലനാ ബിഹാദൽ മഹ്ദരി വൽതഅതി ഫീ ബിനദ്റത്തിൻ തഅതി ലനാ ബിദ്ദഫരി. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ ആഴ്ച ഇറാൻ്റെ ദർസിൽ നമ്മൾ വിശദീകരിച്ചത് നിസ്കാരത്തിൻ്റെ വ്യത്യസ്തമായ അവസ്ഥകളെക്കുറിച്ച്, ഖിയാമിനെക്കുറിച്ച്, റുക്കൂവിനെക്കുറിച്ച്, സുജൂദിനെക്കുറിച്ച്, അവസാനം അത്തഹിയാത്തിൽ വരെയായിരുന്നു നമ്മൾ എത്തിയിരുന്നത്. ഇന്നും അത്തഹിയാത്തിലെ കാര്യങ്ങൾ കുറച്ചും കൂടി വിശദീകരിച്ച് ചർച്ച ചെയ്യാം. അതോടൊപ്പം സലാം വീട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ പറയാം. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആത്മീയമായ മാനകളെ വിശദീകരിക്കുക. ഇൻഷാ അല്ലാഹ് അതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏലം അന്ന സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളറിയണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലമ്മ അജ്ലസഹുല്ലാഹു ഫി ഹദ്റത്തി ഖുദ്സിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ ഇരുത്തിയപ്പോൾ ലൈലത്തുൽ ഇസ്രാ, എപ്പോഴാണ് എത്തിയത്? ഇസ്രാന്റെ രാത്രിയിൽ. ഐ ലൈലത്തുൽ ലദീ ഉസ്രി ബിഹി മിനൽ ബൈത്തുൽ ഹറാമി ഇലൽ മുഖദ്ദസ് ഇലാ അർശി ഇലൽ മുസ്തഫ. ഈ ഇസ്രാവിൻ്റെ രാത്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബൈത്തുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് അർശിലേക്കും അള്ളാഹുവുമായിട്ടുള്ള ഏറ്റവും അടുത്ത സാമീപ്യത്തിലേക്കും അള്ളാഹു എത്തിച്ച ആ ഒരു രാത്രി. ഇലാ മഹൽ ഇലാ റൂഹുഫി, ഒരു സൃഷ്ടിക്കപ്പെട്ട ഒരു ആത്മാവിനും ഒരു ഇടമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ എത്തിച്ച ഒരു രാത്രി. തഖദ്ദമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതജർരിദൻ മിനൽ അഖ്വാൻ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് മുന്നിട്ടത് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും ഒഴിവാക്കിക്കൊണ്ടാണ്. സൃഷ്ടിയായ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് മുന്നിട്ടത്. താരിഖൻ ലഹ മിൻ വറാഇ, സൃഷ്ടികളായ എല്ലാത്തിനെയും പിന്നിലേക്ക് ഒഴിവാക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് നീങ്ങിയത്. മുതവജ്ജിഹൻ ബികുല്ലിയതിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി അവിടുത്തെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചത് ഇലാ ഹദ്റത്തി ഉൻസി ബി റബ്ബിഹി, അവിടുത്തെ റബ്ബിൻ്റെ സ്നേഹസാമീപ്യത്തിൻ്റെ ഹദ്റത്തിലേക്ക് മാത്രമാണ്. അള്ളാഹുവിൻ്റെ സ്നേഹസാമീപ്യത്തിൻ്റെ ഹദ്റത്തിലേക്ക് മാത്രമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഫലം യഹത്തുർലഹു അയ റബ്ബിഹി, ആ ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ റബ്ബല്ലാത്ത ഒരവസ്ഥ ഹൃദയത്തിൽ കടന്നു പോയിട്ട് പോലുമില്ല. അവിടുത്തെ റബ്ബല്ലാത്തൊരു ചിന്ത പോലും മഹാനവറുകൾക്ക് ഉണ്ടായിട്ടില്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ മാദാ അൽ ബസറു വമാ തഗാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോട്ടം അത് വ്യതിചലിച്ചു പോവുകയോ ഒമാത്ത അതിര് കടന്നു പോവുകയോ ചെയ്തിട്ടില്ല. നമ്മൾ മഹബത്ത് വരുന്ന സമയത്ത് മഹബത്ത് കൂടിയിട്ട് നമ്മൾ അദബുകേട് പ്രവർത്തിക്കലോ അല്ലെങ്കിൽ നമ്മൾ അതിനോട് വേണ്ട അദബ് പാലിക്കാതെ തിരിഞ്ഞു കളയലോ ഒന്നും റസൂലുള്ളാഹിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ അള്ളാഹു ഹക്ക് എന്താണോ ഹക്കിൻ്റെ അടിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് അതിൻ്റെ കറക്റ്റ് അളവിൽ പാകമായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടും വ്യതിചലിക്കാതെ ഒട്ടും അതിരി കടക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. അദ്ഹറു ലഹുൽ ഹഖ് സുബ്ഹാനഹു വ തആല ആ സമയത്ത് വെളിവായി. വജ്ഹുൽ അസീസ്, ഏറ്റവും അസീസായ ഉന്നതമായ ഒരു രൂപത്തിൽ. അലാ കൈഫിയത്തിൻ ലാ തോരിഫ്,
നമുക്കറിയാത്തൊരു രൂപത്തിൽ ഒരു രൂപത്തിൽ അദമൻ നദീർ. കാരണം നമുക്ക് ആ ഒരു കാഴ്ചനെ ഉദാഹരിക്കാൻ പറ്റുന്ന ഒരു വസ്തുവില്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഇങ്ങനെയാണെന്ന് പറയാൻ ഉദാഹരിക്കാൻ സൃഷ്ടിയിൽ എന്തെങ്കിലും വേണ്ടേ? അങ്ങനൊന്നുമില്ല. അതുകൊണ്ട് നമുക്കറിയാത്ത രൂപത്തിൽ നിന്നേ പറയാൻ പറ്റൂ. ലിഅന്നഹു ആലമുൽ ജന്ന, കാരണം അതൊരു സ്വർഗീയമായ സാന്നിധ്യത്തിൻ്റെ അവസ്ഥയാണ്. അത് ദുനിയാവിൻ്റെ ഒന്ന് വെച്ചിട്ട് അതിനെ താരതമ്യം ചെയ്യാൻ പറ്റൂല. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഫിക്റത്തുൽ ഊല മിനത്ത് തശഹുദ്, അത്തഹിയാത്തിൻ്റെ ആദ്യത്തെ ഭാഗം, അത്തഹിയാത്തുൽ മുബാറക്കാത്തു സലവാത്തും തുടങ്ങുന്ന ആദ്യത്തെ ഭാഗം, സലാം വരെയുള്ള ആദ്യത്തെ ഭാഗം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അത്തഹിയാത്തിലിരിക്കുമ്പോൾ ആ ഒരു ഇസ്റാ മിഅ്റാജിൻ്റെ സമയത്ത് അള്ളാഹുവിനെ വിശ്വാസങ്ങൾ കണ്ടുമുട്ടിയ ആ ഒരു ഘട്ടമാണ് ശരിക്കും നമ്മൾ ആ സമയത്ത് സാക്ഷ്യം വഹിക്കുന്നത്. അങ്ങനെ ആവണം സാക്ഷ്യം വഹിക്കേണ്ടത്. കാരണം അത് ആ ഒരു വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ കണ്ടപ്പോൾ പറഞ്ഞതാണ്, ഉലാമിന തശഹൂദ്. മാത്രമല്ല ആ ഒരു ഘട്ടത്തിന് മുമ്പ് വിശ്വാസങ്ങൾക്ക് അള്ളാഹിനെ അറിയുമായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള കാഴ്ചക്ക് എന്തോ ഒരു പ്രത്യേകമായ ഒരു മഹത്വം ഉണ്ടല്ലോ. ആ മഹത്വത്തെയും കൂടി ഉൾക്കൊള്ളുന്നതാണ് അത്തഹിയാത്ത്. അത്തഹിയാത്തല്ലാത്ത മറ്റു രൂപങ്ങൾ, നമ്മൾ സുജൂദിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെയാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ആ സുജൂദിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്നതും അത്തഹിയാത്തിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത് ഫനായിൽ അള്ളാഹുവിനെ അനുഭവിക്കുന്നതും ബക്കായിലായി അള്ളാഹുവിനെ അറിഞ്ഞതിന് ശേഷം അള്ളാഹിനെ അനുഭവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. സൃഷ്ടിയിലൂടെ അള്ളാഹിനെ അനുഭവിക്കുന്നതും സൃഷ്ടിയൊന്നുമില്ലാതെ ഹക്കിൽ മാത്രമായി അള്ളാഹിനെ അനുഭവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അത്തഹിയാത്തിൽ ആ ഒരു ബക്കാവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്ന സമയത്തിലുള്ള ബക്കാവിലായി സാക്ഷ്യം വഹിക്കുന്ന സമയത്തുള്ള വാക്യമാണ് അവിടെ നമ്മൾ പറയുന്നത്. മുഹാത്തിമൻ ജമാലു റബ്ബിഹി, റബ്ബിൻ്റെ ജമാലിനോട് സംസാരിച്ചു കൊണ്ടുള്ള അവിടുത്തെ വാക്കുകൾ. ബാദ അൻ ആനസഹുല്ലാഹു ബിലദീദിൽ ഖിതാബ് ലുത്ഫിഹി, എപ്പോഴാണ് വിശ്വാസങ്ങൾ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സംസാരത്തിൻ്റെ അങ്ങേയറ്റത്തെ സ്നേഹവും അടുപ്പവും ഒക്കെ സാക്ഷ്യം വഹിച്ചതിന് ശേഷം എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സംസാരം? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞതാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിന് ശേഷമാണ് വിശ്വാസങ്ങൾ ഇത് പറയുന്നത്. പക്ഷേ നമ്മൾ പറയുമ്പോൾ വിശ്വാസങ്ങൾ പറഞ്ഞതിന് ആദ്യം പറയും, പിന്നെ ഇതും പറയും. സലാത്തിലേക്ക് ഇബ്രാഹിം നബിനെ പറയുന്നത് സലാത്തിൻ്റെ സമയത്തല്ലേ? നമ്മളിപ്പോൾ തഹിയാത്തിൻ്റെ ആദ്യ രൂപത്തിലല്ല പറയുന്നത്. സലാത്തിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നുണ്ട് പിന്നീട്. അപ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് അള്ളാഹു പറഞ്ഞതിനെ അതിനെ കേട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയാണ് യഥാർത്ഥത്തിൽ അത്തഹിയാത്തുൽ മുബാറക്കാത്തു സലവാത്ത് എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ. അപ്പോൾ സമ്മാഹും നബിയൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി എന്ന് പേരിട്ടു. അയ്യുഹൻ നബി, എൻ്റെ നബിയെ എന്ന് പറയുന്നൊരവസ്ഥ, നബി എന്ന് പേരിട്ടു അള്ളാഹു. മഖ്റൂൻ ബി റഹ്മത്തി വൽ അമാനി വൽ ബറക, ആ നബീൻ്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിനെയും കാരുണ്യത്തെയും ബറക്കത്തിനെയും ഒക്കെ ചേർത്ത് വെച്ചു. നമ്മൾ കഴിഞ്ഞ ദർസിൽ എന്താണ് റഹ്മത്ത്, എന്താണ് ബറക്കത്ത് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നു. വൽ അമാൻ, സലാമും റഹ്മത്തും ബറക്കത്തും ഒക്കെ നബിയെ അങ്ങക്കാന്ന് പറയുന്ന രൂപത്തിലാണല്ലോ അത്. അതിനുശേഷം ഫസമിഅ സയ്യിദുന ജിബ്രീൽ, എന്നാൽ സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാം ഇത് കേട്ടു. മിൻ വറാഇൽ ഹിജാബിൽ അൻവാരി വൽ ഖഹർ, ഒരു മറക്ക് പിന്നിലായിക്കൊണ്ട് ഈ ഒരു സംസാരത്തെ
ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാം കേട്ടു. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് പറയുന്നതുമായ കാര്യങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാം ഒരു മറക്ക് പിന്നിലായി കേട്ടു. ഷഹീയൽ ഹിതാബ്, ഈ ഏറ്റവും സുന്ദരമായ മനസ്സിന് കുളിർമ നൽകുന്ന ഈ സംസാരത്തെ കേട്ടു. ഫഹമീദ അല്ലാഹ ഫഹസന അലി, ജിബ്രീൽ അലൈഹി സ്വലാം അതിന് ശുക്ർ ചെയ്യുകയും അതുപോലെ തന്നെ പ്രകീർത്തിക്കുകയും ചെയ്തു. അല്ലദീ ജഅലഹു ഖാദിമൻ ലി ഹദ്റതി സഫവത്തിൽ മംലക, എന്തിനാണ് സ്തുതിച്ചത്? അല്ലദീ ജഅലഹു ഖാദിമൻ, ജിബ്രീൽ അലൈഹി സ്വലാമിനെ അള്ളാഹു ഒരു ഹാദിമാക്കി വെച്ചതിന്, ലി ഹദ്റതി സഫവത്തിൽ മംലക, ഈ സൃഷ്ടിയുടെ ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട, അള്ളാഹു ഇങ്ങനെ വെളിവാക്കിയ പോലെ വെളിവാക്കിയിട്ടില്ലാത്ത ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സത്തയായ ഒരാൾക്ക് ഹാദിമായി കൊണ്ട് തന്നെ വെച്ചതിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാം സന്തോഷം കൊണ്ടു, അതിന് തൃപ്തിപ്പെട്ടു. ഫഖാല, ഇപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞതാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഈ അബ്ദുഹു വറസൂലുഹു എന്നൊക്കെ നമ്മൾ ആ തഹിയ്യാത്തിൽ ഇല്ലല്ലോ, പക്ഷേ ഇത് മാലിക്കികളുടെ ആ തഹിയ്യാത്തിലുള്ള പ്രയോഗമാണ്. എത്തിമാദൻ, ഇവർ ആശ്രയിച്ചുകൊണ്ട് അല തഹ്ഖീഖി സമാ മിനല്ലാഹി തർഹാബഹു ബി ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് കേട്ട വാക്കുകൾ അതിലേക്ക് വരമേൽപ്പിച്ചുകൊണ്ട് അതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ വാക്കുകൾ പറഞ്ഞത്. ബിആജി ഹിതാബിഹി വ അജല്ല തഖരീബി, ഏറ്റവും നല്ല സംസാരം കൊണ്ടും ഏറ്റവും നല്ല അടുപ്പത്തിലായിക്കൊണ്ടുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ. വഹസല ലിൽ മലകി ശറഫുൻ അദീം ബിസുഹബത്തി അസ്ജൽ ഖൽഖ്, അങ്ങനെ ഈ മലക്ക് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാം നേടിയെടുത്തു ഷറഫുൻ അദീം, വലിയൊരു മഹത്വത്തെ, ബിസുഹബത്തി അസ്ജുൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായവരെ സാമീപ്യം കൊണ്ട് അവിടുത്തെ സുഹബത്തിൽ അവിടുത്തെ സാമീപ്യത്തിൽ കഴിയാൻ പറ്റിയതുകൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാം ഏറ്റവും ഉന്നതമായ ഒരു മഹത്വത്തെ കൈവരിച്ചു. അലം, നിങ്ങളറിയണം, അന്ന സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറ, ബഹുമാനപ്പെട്ട സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഒരു സംഭവത്തെയാണ് ഉദ്ധരിക്കുന്നത്. അതായത് ജിബ്രീൽ അലൈഹി സ്വലാമിന് തങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം, റസൂലുള്ളാഹി ദുആ ചെയ്തതും ആ ദുആ ചെയ്യാൻ പറഞ്ഞത് പിന്നെ മറന്നുപോയതും അള്ളാഹു ഓർമ്മപ്പെടുത്തിയതും, അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാമിന് വലിയൊരു ഫദ്ല് കിട്ടിയതും, അതിനെക്കുറിച്ചുള്ള ചർച്ചയാണത്. ആ സംഭവത്തിലേക്ക് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പിന്നോട്ട് നമ്മൾ വേറൊരു കഥ അറിയേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ അറിയണം, അന്ന സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബർ, സയ്യിദിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അന്നഹു ലമ്മാ കാന ഫി ഹൗസലത്തി ഹബീബ് സയ്യിദിന ഇബ്രാഹിം അൽ ഖലീൽ അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മുതുകിലായ സമയത്ത്, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലും ആദം നബി അലൈഹി സ്വലാമിലും ഓരോ നബിമാരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണല്ലോ ഉള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദിന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ വെളിവായ സമയത്ത്, യൗമ ജുഇല ഫിൽ മഞ്ചനീക്ക്, അതായത് ഒരു മഞ്ചനീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ് മലയാളത്തിൽ പറയാം, ഒരു യുദ്ധത്തിനൊക്കെ അങ്ങനെ ഈ തീയുണ്ടകളൊക്കെ ഇങ്ങനെ എറിയാൻ ഉപയോഗിക്കുന്നൊരു സംഭവമല്ലേ. എന്താ ഞാൻ കവണ തന്നെയാണ് പറയാം, അങ്ങനെ ഒരു തീയുണ്ടൊക്കെ ഇങ്ങനെ എറിയുന്നത്. ഇംഗ്ലീഷ് അതിന് കാറ്റപ്പുൾട്ട് എന്നാണ് പറയുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ വേണ്ടി തീക്കുണ്ടാരം ഉണ്ടാക്കിയപ്പോൾ തീക്കുണ്ടാരം ഭയങ്കര വലുതായി. അതിൻ്റെ ചൂട് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അങ്ങോട്ട് ഇടാൻ പറ്റിയില്ല.
ഇടാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. അപ്പോൾ ശൈത്താന് അവിടെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഒരു ഇങ്ങനത്തെ ഈ സാധനത്തിൻ്റെ മുകളിൽ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ വലിച്ചങ്ങോട്ട് ഇട്ടാൽ മതി. പണ്ടത്തെ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇങ്ങനെ പൊക്കിയിടുന്നൊരു സംഭവം. അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ടതായിരുന്നു. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ എറിയാൻ വേണ്ടിയിട്ട്, എന്നാൽ എന്ത് ചെയ്യണ്ട, അതിലേക്ക് അടുത്തേക്ക് പോകണ്ട. അപ്പോൾ ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ എറിയാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ടപ്പോൾ കസദി റമീഹി ഫിന്നാർ, ഈ തീയിലേക്ക് എറിയാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ടപ്പോൾ അലായത് ജാഹിൽ നമ്രൂദ് എന്ന ജാഹിലിൻ്റെ കരങ്ങളാൽ ഇങ്ങനെ എറിയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഫി അലുല്ലാഹില ആയിരം, അതായത് ഈ നമ്രൂദിൻ്റെ പ്രവർത്തനവും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ വേണ്ടി നമ്രൂദ് ഇങ്ങനെ കെട്ടിയിട്ട് ഇരിക്കുക ഈ ഒരു മെഷീൻ്റെ മുകളിൽ. അപ്പോൾ ആ പ്രവർത്തനം യഥാർത്ഥത്തിൽ ഫീലുല്ലാഹ്, അത് അള്ളാഹിൻ്റെ പ്രവർത്തനം തന്നെയാണ്, ലായർ വേറെ ആരെയും പ്രവർത്തനം എന്നല്ല. തഅലീമൻ മിനല്ലാഹി ലിൽ ഖൽഖ്, അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് പ്രവർത്തിപ്പിച്ച ആ ശത്രുവിനെ കൊണ്ട്. അലാ യദി നബിഹി വ ഖലീലിഹി കൈഫിയത്ത് സിഹത്തുൽ ഈമാൻ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖലീലും നബിയും ഒക്കെ ആയിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ കൈഫിയത്തു സിഹത്തുൽ ഈമാൻ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് കാണിച്ചു തരാൻ വേണ്ടി ആണ് ഈ സംഭവം ഉണ്ടാക്കിയത്. അതായത് നമ്രൂദിനെ അള്ളാഹു കൈ കൊടുത്തിട്ടാണല്ലോ നമ്രൂദിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഇങ്ങനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാനും അതിന് വേണ്ട സൗകര്യങ്ങളും ഇതൊക്കെ കൊടുക്കുന്നത് അള്ളാഹ് തന്നെയാണല്ലോ. എന്തിനാണ് അള്ളാഹു നമ്രൂദിന് ഇങ്ങനെയൊക്കെ ശക്തി കൊടുത്തത്? സ്വന്തം ഖലീലായ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എന്തിനങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ നമ്രൂദിന് എന്തിനാണ് ശക്തി കൊടുത്തത്? അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ ഈമാൻ എങ്ങനെയാണ് ശരിയാവുന്നത്, മർത്തബത്തുൽ ഇഅ്തിഖാദ് എങ്ങനെയാണ്, വിശ്വാസത്തിൻ്റെ ലെവൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. കൈഫിയത്തു തഅല്ലുഖ് ബില്ലാഹ്, എങ്ങനെയാണ് അള്ളാഹുവുമായിട്ട് നമ്മൾ ബന്ധപ്പെടേണ്ടത്, എങ്ങനെയാണ് അള്ളാഹുമായിട്ട് നമ്മളെ ബന്ധം സ്ഥാപിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. കൈഫിയത്തുൽ ഇഅ്തിമാദി അലൈഹി, എങ്ങനെയാണ് അവന് ബലമേൽപ്പിക്കേണ്ടതെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. കൈഫിയത്തു റുഅ്യത്തു ഫീലും മിനല്ലാഹ്, എല്ലാ പ്രവർത്തനവും അള്ളാഹുവിൽ നിന്നാണെന്ന് കാണുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി. കൈഫിയത്തി തസ്ഫിയത്തു അഹ്ബാബിഹി ബിഅദാഇ, എങ്ങനെയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ അവരെ ശത്രുക്കൾ കൊണ്ട്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹ് തിരഞ്ഞെടുത്ത അള്ളാഹിൻ്റെ ആളുകളെ എങ്ങനെയാണ് അവരെ ശത്രുക്കൾ കൊണ്ട് ഉപദ്രവിക്കുന്നത്, അതായത് പരീക്ഷിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി. കൈഫിയത്തിൽ അള്ളു തറഫി ഹത്ത അൻ അജലുൽ മലായിക്ക, എങ്ങനെയാണ് നമ്മളെ കണ്ണുകൾ തിരിച്ചു കളയേണ്ടത്, ഹത്ത അൻ അജലുൽ മലായിക്ക, ഏറ്റവും വലിയ മലക്കുകളിൽ നിന്ന് പോലും നമ്മളെ കണ്ണുകൾ തിരിച്ചു കളയണം, അള്ളാഹു അല്ലാത്തൊരു നോട്ടം നമുക്ക് ഉണ്ടാവരുത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി. അപ്പം ഈ ഒരു സംഭവം ഉണ്ടായത് അള്ളാഹുവാണെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യമേ തീക്കുണ്ടാരത്തിലേക്ക് ഇറങ്ങി തീ തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആദ്യമേ ഈ ശത്രുവിന് അങ്ങനത്തെ കഴിവ് കൊടുക്കാതിരുന്നാൽ മതി. പക്ഷെ അള്ളാഹു എന്തിനാ കഴിവ് കൊടുത്തത്? ആളുകളുടെ ഈമാൻ ശരിപ്പെടുത്താൻ വേണ്ടിയും, ഈമാൻ എങ്ങനെയാണ് ശരിക്കും ഈമാൻ വെക്കേണ്ടതെന്ന് പറയാനും, എങ്ങനെയാണ് അള്ളാഹുവിൽ തവക്കുലാക്കേണ്ടതെന്ന് പറയാനും, എങ്ങനെയാണ് എല്ലാത്തിനും അള്ളാഹിൻ്റെ പ്രവർത്തനം കാണുന്നതെന്ന് പറയാനും, എങ്ങനെയാണ് അള്ളാഹിൻ്റെ അടിമകളെ, അള്ളാഹ് ഇഷ്ടപ്പെട്ട ആൾക്കാരെ അള്ളാഹ് എങ്ങനെയാണ് പരീക്ഷിക്കാമെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയും, അള്ളല്ലാത്ത എല്ലാത്തിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ നോട്ടം തിരിച്ചു കളയുക എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയും, എത്രത്തോളം എന്നാൽ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ ഏറ്റവും ഉന്നതരായ ആൾക്കാർ വന്നാൽ പോലും അവരിലേക്ക് വരെ നോക്കാതെ അള്ളാഹിലേക്ക് മാത്രം എങ്ങനെയാണ് നമ്മൾ നോക്കാമെന്ന് പഠിപ്പിച്ചു തരാനും വേണ്ടിയിട്ടാണ്. അതുപോലെ കൈഫിയത്തി മാ ജറത് മിൻ ആദത്തുല്ലാഹ് മാ ആസ്ഫിയായി, അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് മുകളിൽ അള്ളാഹു സാധാരണയായി ചെയ്തു പോരുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്.
അള്ളാഹ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് അള്ളാഹു എപ്പോഴും പരീക്ഷണങ്ങളും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ നൽകും. അത് അള്ളാഹിൻ്റെ രീതിയാണ്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് കൊടുക്കുന്നതിലൂടെ നമുക്കും അതുപോലെ വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി. വഖൈഫിയത്തുൽ ഇസാലത്ത് വജിഹിൽ ഉബാറു അലാ ഹഖീഖ, ഹഖായിഖുകളിൽ നിന്ന് എങ്ങനെയാണ് പൊടിപടലങ്ങൾ നീക്കപ്പെടുന്നത്. അതായത് അള്ളാഹു ആകുന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുകളിൽ മറ്റെല്ലാത്തിനും പൊടിപടലങ്ങളുടെ പ്രാധാന്യം പോലും ഇല്ല. അപ്പോൾ ഈ പൊടിപടലങ്ങളെ കണ്ടിട്ടാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ കരുതി പോകുന്നത്. ഈ ഉബാറെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രാവിലെയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ലൈറ്റ് വരുന്ന സമയത്ത് ആ ലൈറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ പൊടിപടലങ്ങൾ ഇങ്ങനെ പാറി നടക്കുന്നത് കാണാറുണ്ടല്ലോ. അപ്പോൾ അത് രൂപം ഫോം ചെയ്യുന്ന പോലെ തോന്നും നമുക്ക്. യഥാർത്ഥത്തിൽ അവിടെ പോയി കൈ തൊട്ട് നോക്കിയാൽ ഒരു രൂപം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ഉദാഹരണം പറയുന്നതാണ്. എന്ത് ഈ സൃഷ്ടിയുടെ യാഥാർത്ഥ്യം പറയുന്നത് അങ്ങനെയാണ്. ഈ പൊടിപടലങ്ങളെ പോലെ നമുക്ക് തോന്നുന്നതാണ് അതൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്ന്. അപ്പോൾ ഇതൊന്നുമില്ല, ഹക്ക് മാത്രമേ എല്ലാത്തിലൂടെയുള്ളൂ. തീയിലൂടെയും ഈ സംഭവങ്ങളിലൂടെയും ഒക്കെ ഹക്ക് മാത്രമേ വെളിവാകുന്നുള്ളൂ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി. വഖൈഫിയത്ത് തബയീനിൽ അലീമുൽ ഖബീർ ബിഅന്നഹു ലാ തഅസീറ ലിമഖ്ലൂഖിൻ, അതുപോലെ തന്നെ നമുക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി ലാ തഅസീറ ലിമഖ്ലൂഖിൻ, എന്തിന് ഇവിടെ ഒരു സൃഷ്ടിക്കും ഒരു കഴിവും ഇല്ല എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി. അലീമും ഖബീറും ഒക്കെ ആയിട്ടുള്ള അള്ളാഹുവിന് മാത്രമേ എല്ലാ കഴിവുള്ളൂ, സൃഷ്ടിക്ക് ഒരു കഴിവുമില്ല. ബിഖുവ്വത്തി മഅദൂഅത്തി വല ഹാസിയത്തി, അവർക്ക് നിക്ഷേപിക്കപ്പെട്ട ഒരു കഴിവുമില്ല, സ്വന്തമായ കഴിവുമില്ല. അവർ ചിലർക്ക് കൊടുത്തിട്ടുണ്ട്, കൊടുത്ത് ആ കഴിവ് കൊണ്ട് അവരെന്തൊക്കെയോ ചെയ്യും, പിന്നെ അവർക്കൊന്നും ചെയ്യാൻ അള്ളാഹു അങ്ങനൊന്നുമില്ല. അവർക്ക് നിക്ഷേപിക്കപ്പെട്ട കഴിവുമില്ല, അവർക്ക് സ്വന്തമായ കഴിവുമില്ല. എല്ലാ കഴിവിലൂടെയും അള്ളാഹ് മാത്രമേ ഉള്ളൂ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇവർക്കൊന്നും കഴിവില്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി. വഖൈഫിയത്തുൽ ഇംതിലാഇൽ ഖൽബി ബിൽ മുആയന, എങ്ങനെയാണ് ഹൃദയം അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്ന സമയത്ത് ഹൃദയത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഹൃദയം ഇങ്ങനെ അള്ളാഹുവിൻ്റെ ജമാലിൽ അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്നതിൽ എങ്ങനെയായിരിക്കും ഹൃദയം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയെന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി. ഫി മഖാമി ഐനിൽ ജം, അള്ളാഹുവുമായിട്ടുള്ള അള്ളാഹിൻ്റെ സത്തയിൽ ഇങ്ങനെ ലയിച്ചു ചേരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുക, ഹൃദയത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി. വഖൈഫിയത്തുൽ ഇഖ്തിബാറുൽ ഹബീബി അഹ്ബാബുഹു, എങ്ങനെയായിരിക്കും അള്ളാഹു അവൻ്റെ ഹബീബുകളെ, അവൻ ഇഷ്ടപ്പെട്ടവരെ പരീക്ഷിക്കുക എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി. കാരണം ഹദീസിൽ വന്നിട്ടുണ്ട്, മന്ന ഹബ്ബനി, ഞാൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫല്യസ്ബിറു അലാ ബലായി, അവർ പിന്നെ എൻ്റെ പരീക്ഷണത്തിന് അതിൽ ക്ഷമിക്കാൻ തയ്യാറായിക്കൊള്ളണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. വളരെ ഇഷ്ടപ്പെട്ട ആ ഇഷ്ടപ്പെടുന്ന ആളെ അള്ള പരീക്ഷിക്കുന്നുള്ള 100% ഉറപ്പാണ്. ആ പരീക്ഷണത്തിന് അവർ തയ്യാറാവണം. അപ്പോൾ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് പക്ഷേ പരീക്ഷിക്കപ്പെടുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് അള്ളാൻ്റെ ഇഷ്ടമല്ല. അതൊരാൾ ഇഷ്ടപ്പെട്ട വേറെ ഓപ്ഷനില്ല, പരീക്ഷണങ്ങൾക്ക് തയ്യാറായിക്കൊള്ളണം. അപ്പോൾ എങ്ങനെയാണ് അള്ളാഹിൻ്റെ ദാസന്മാരെ അള്ളാഹ് പരീക്ഷിച്ചത് എന്ന് കാണിച്ചു തരാൻ വേണ്ടി. വഖൈഫിയത്തുൽ ഇഅ്തിഖാദി ഇഖ്തിദാഇ ബിഅഹ്ലിൽ ഖുർബ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയവരെ നമ്മൾ പിന്തുടരേണ്ടത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി. വഖൈഫിയത്തുൽ മദ്ദിൽ ഹഖ്ഖി ലിദ്ദലാം ഹത്താ യഅലു അലാ അബീദിഹിൽ അഖ്യാർ, എങ്ങനെയാണ് ഒരു ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യന്, ഒരു ഉപദ്രവകാരിക്ക്, ഒരു പ്രശ്നക്കാരന് അള്ളാഹു ഇളവ് കൊടുക്കുന്നത്, അള്ളാഹു കഴിവ് കൊടുക്കുന്നത്. ഹത്താ യഅലു അലാ അബീദിഹിൽ അഖ്യാർ, അവർ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളുടെ മുകളിലേക്ക് കയറിപ്പോകാൻ പറ്റുന്ന രൂപത്തിൽ. അതായത് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളാണ്, അതാണ് ഏറ്റവും ഇഷ്ടദാസനാണ്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇങ്ങനത്തെ ഒരു മെഷീൻ്റെ മുകളിൽ കെട്ടിയിട്ട് തീക്കുണ്ടാരത്തിലേക്ക് എറിയാനുള്ള കഴിവൊക്കെ അള്ളാഹു ആ സമയത്തൊരു മനുഷ്യന് കൊടുത്തു. അപ്പോൾ ഈ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ആളെ മുകളിൽ വേറെ ആൾക്കൊരു കഴിവ് കൊടുക്കുകയാണ്. ആ കഴിവ് കൊടുത്തു അള്ള തന്നെയാണല്ലോ. അപ്പോൾ അള്ളാഹു ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം, ഇളവ് കൊടുക്കണം ആ ആൾക്ക്, അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട അടിമൻ്റെ മുകളിൽ. വലോക്കാന ഹലീലുള്ള, എത്രത്തോളം പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഹലീലുള്ള ആണെങ്കിൽ പോലും അള്ള എങ്ങനെയാണ് കൈ കൊടുക്കുക.
അലിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ ഇങ്ങനൊക്കെ രൂപത്തിൽ കെട്ടിയിടപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടാവുന്നുള്ളൂ, ശരിയല്ല, ഉറപ്പല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും അള്ളാഹിൻ്റെ അടിമകളെ മുകളിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് അള്ളാഹു ശക്തി കൊടുക്കുന്നത്? ലിയതമയ്യസൽ ഹബീസു മിനത്വയ്യിബ്. എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? വേർതിരിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടി. അൽ ഹബീസു മിനത്തയ്യിബ്, മോശപ്പെട്ടതിനെ നല്ലതിൽ നിന്ന്. പലതും പിന്നെ ഈ മോശപ്പെട്ടത് രണ്ടർത്ഥത്തിൽ നമുക്ക് പറയാം. ഒന്നാമത്തേത് മോശപ്പെട്ടത്, ഈ ആൾക്ക് അള്ളാഹു കഴിവ് കൊടുത്തു, ഈ ശത്രുവിന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുടെ മുകളിൽ കഴിവ് കൊടുത്തു. പക്ഷെ അതിൻ്റെ എൻഡ് എന്തായിരിക്കും, അവസാനം എന്തായിരിക്കും? അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ആളാ വിജയിക്കും, മറ്റേ ആൾ പരാജയപ്പെടും. അപ്പോൾ ആ പരാജയത്തിലൂടെ അള്ളാഹു അയാളെ ഒഴിവാക്കുകയാണ്. ഒന്നത്. രണ്ടാമത്തേത്, ചില ആളുകൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹിൻ്റെ അടിമയാണ് എന്നൊക്കെ അവകാശവാദങ്ങൾ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ അതാവില്ല. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ആളുകൾ കാണാൻ പറ്റും ആർക്കാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സ്നേഹം, ആർക്കാണ് ശരിക്കുള്ളത്, ശരിക്കില്ലാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുഷാഹദ് കുല്ലുന്നാസു സഫഹത്തുൻ, അവരുടെ സഫഹാത്ത്, അവരുടെ വിഡ്ഢിത്തം എല്ലാവരും കാണുന്നത് വഴി. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രവർത്തനം ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആരാണ് ശരിക്കും വിഡ്ഢിന്ന് മനസ്സിലാവും. അത് അള്ളാഹു കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഫലമ്മ വുദിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഒരു അതിൻ്റെ മുകളിൽ വെക്കപ്പെട്ടപ്പോൾ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വെച്ച സമയത്ത് ശരിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് വെക്കപ്പെട്ടത്. സാറത്ത് ഉയൂൻ റൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹായി മാറി. തന്ദുറു അമറുല്ലാഹി ഫി അസ്ഫിയാഇ, ആ റൂഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹ് കാണുകയാണ്. എന്താ കാണുന്നത്? തന്ദുറു അമറുല്ലാഹി ഫി അസ്ഫിയാഇ, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളെ മുകളിൽ അള്ളാഹു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ വിശ്വാസങ്ങളുണ്ട്, ആദം നബി അലൈഹി സ്വലാമിലുണ്ട്, നൂഹ് നബി അലൈഹി സ്വലാമിലുണ്ട്, എല്ലാ നബിമാരിലും വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ വിശ്വാസങ്ങൾ ഇങ്ങനെ കാണുകയാണ്. എന്ത് കാണുന്നു? എന്താണ് അള്ളാഹു അവൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളുടെ വിഷയത്തിൽ ചെയ്യുന്നത് എന്ന്. വഹുവ സിർറു തഖീറു നുബുവത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാരണം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നുബുവത്ത് വൈകിപ്പിക്കപ്പെട്ടത്. എന്തിന്? ഈ മുമ്പുള്ള നബിമാരിലൂടെ ഒക്കെ സംഭവിച്ചത് ഇങ്ങനെ ഓരോന്നും കാണാൻ വേണ്ടി. ഇപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിലൂടെ, നൂഹ് നബിയിലൂടെ, ശീസ് നബിയിലൂടെ, ലൂത്ത് നബിയിലൂടെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെ, യൂസുഫ് നബിയിലൂടെ, എല്ലാ നബിമാരിലൂടെയും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കടത്തിക്കൊണ്ടുപോവാണ്. എന്തിന്? ആ നബിമാരിലൊക്കെ ഉള്ള കാര്യങ്ങൾ അള്ളാഹു തിരഞ്ഞെടുത്തവരാണല്ലോ അവരൊക്കെ. അവരോടൊക്കെ അള്ളാഹു എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കണ്ണിലൂടെ, അവരെ കണ്ണിലൂടെ വിശ്വാസങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. അങ്ങനെ എന്തിനാ കാണിക്കുന്നത്? അങ്ങനെ ആയിട്ട് അവസാനം വിശ്വാസങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും വിശ്വാസങ്ങൾക്ക്. അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ലിതുശാഹിദ റൂഹുഹു മാ വഖാലി അംബിയാഇ മാ ഉമമിഹിം ലിയഅതഖദി ബിഹിം. എന്തിനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റൂഹ് സാക്ഷ്യം വഹിക്കാനാണ്. മാ വഖാലി അംബിയാഇ മാ ഉമമിഹിം, ആ ഓരോ അമ്പിയാക്കന്മാരും അവരുടെ കാലഘട്ടത്തിൽ അവരുടെ സമുദായത്തിൽ നിന്ന് നേരിട്ട കാര്യങ്ങൾ അതിൽ വിശ്വസിക്കാനും അത് ബോധ്യപ്പെടാനും വേണ്ടിയിട്ടാണ്. ലിയത്മഇന്ന ഖൽബഹു ഇൻദ ളുഹൂരിഹി വ ഇൻദ മുആയന ജഹലത്തുൽ ഖൽഖ്. എന്തിനാണത് അങ്ങനെ കൊടുത്തത്? ഇതുപോലത്തെ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിലും അവിടുത്തെ മുമ്പിൽ വരുന്ന സൃഷ്ടികൾക്കും മുമ്പിലും ഉണ്ടാവും. അപ്പോൾ അത് ആ സമയത്ത് റസൂലുള്ളാഹിങ്ങൾക്ക് ഹൃദയത്തിൽ ത്വത്മഇന്നത്ത് ഉണ്ടാവണം. ഇതൊക്കെ എൻ്റെ പിതാമഹന്മാരായ നബിമാരിലും ഉണ്ടായതാണ് എന്ന് ഒരു ബോധ്യം, ഒരു ത്വത്മഇന്നത്ത് അവർക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ഇതൊക്കെ മുമ്പ് കഴിഞ്ഞു പോയത്. റസൂലുള്ളാഹി അവസാനം വെച്ചത്.
മറ്റ് നബിമാരിലൂടെ ഒക്കെ റസൂലുള്ളാഹിങ്ങൾ ഇങ്ങനെ കാണുക, അവിടുത്തെ സമുദായം എങ്ങനെയാണ് ആ നബീനോട് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി, എന്തൊക്കെ അവർ ചെയ്തു, എങ്ങനെ അവർ നശിച്ചു എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. അങ്ങനെ വരുമ്പോൾ റസൂലുള്ളാഹിങ്ങൾ ഉമ്മത്തിലേക്ക് വരുമ്പോൾ ആ ഉമ്മത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഒരു തത്മയിനത്തുണ്ടാവും. ഇതൊക്കെ മറ്റവർക്കുണ്ടായതാണല്ലോ എന്ന കാരണം കൊണ്ട്. ലിഅന്നഹു ഉമ്മത്തുൻ നുബുവത്തുഹു ഫതഅലം മിൻ അസ്ലാബി ആബായിഹി ലുഗാത്തിൽ ഖൽഖി വഅത്ബാഅഹും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പിതാമഹന്മാരായിട്ടുള്ള നബിമാരുടെ മുതുകിലൂടെ ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ ഭാഷകളും അവരുടെ രീതികളൊക്കെ പഠിച്ചിട്ടുണ്ട്. വഹാലത്തുഹും വശാഹദ മൻ ഖാമത്ത് അലൈഹിം ബറാഹീനുല്ലാഹ് ഫഹലഖഹും. എന്നിട്ട് അവരിലൂടെ എങ്ങനെയാണ് അള്ളാഹു ആ മനുഷ്യന്മാരിലൂടെ അള്ളാഹിൻ്റെ തെളിവുകളെ സ്ഥിരപ്പെടുത്തിയതെന്നുള്ളതും എങ്ങനെയാണ് അവരിൽ ചില ആൾക്കാരെ നശിപ്പിച്ചതെന്നുള്ളതും എന്ന കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹികൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വശാഹദ കൈഫിയത്തി തഅദീബിഹിം. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ശിക്ഷയെ സാക്ഷ്യം വഹിക്കാൻ അള്ളാഹു അവരിലൂടെ കടത്തിക്കൊണ്ടുപോയത്? ലിയഹിന്ന അലാ ഉമ്മത്തിഹി ഇൻദ ളുഹൂരി സഫഹിഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ ആ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാർ ഇങ്ങനത്തെ സഫഹാത്തുകൾ, ഇങ്ങനത്തെ വിഡ്ഢിത്തങ്ങൾ കാണിക്കുന്ന സമയത്ത് അവരോടൊരു മയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അവരോടൊരു മൃദുലതയും ഒരു സ്നേഹവും ഒരു എന്താ പറയുക, ഒരു പാവല്യം തോന്നുന്നൊരവസ്ഥയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ബിഹൈസു ലാ യദു അലാ അഹദിൻ. ആ സമൂഹത്തിന് എതിരെ ദുആ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. വലിയദുല്ലുഹു അലല്ലാഹ്. പകരം വിശ്വാസങ്ങൾ ആ സമുദായത്തെ അള്ളാഹിലേക്ക് മാർഗദർശനം ചെയ്യാണ് ചെയ്യുക. ബിഹിമ്മത്തിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിമ്മത്ത് കൊണ്ട്, ആത്മീയമായ ഊർജം കൊണ്ട്, ആത്മീയ വീര്യം കൊണ്ട്, മക്കാലിഹി അവിടുത്തെ പവിത്രമായ സംസാരങ്ങൾ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഖ്ലാഖിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമമായ സ്വഭാവം കൊണ്ട്, സഫുവത്തിഹി അവിടുത്തെ ഏറ്റവും പരിശുദ്ധമായ വിശേഷണങ്ങൾ കൊണ്ട്. അപ്പോൾ മറ്റു സമുദായങ്ങളിൽ നിന്നുള്ള ദുൽമുകൾ അവിടുത്തെ നബിമാരുടെ കൗമ് അവരോട് കാണിച്ച കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹികൾ അവരിലൂടെ സാക്ഷ്യം വഹിച്ചതുകൊണ്ട് അതുപോലത്തെ സമാനമായ കാര്യങ്ങൾ റസൂലുള്ളാഹികളെ കാലഘട്ടത്തിൽ വരുമ്പോൾ ആ ആളുകൾ മുമ്പ് ചെയ്തതുപോലെ വേണ്ട, അവർക്കെതിരെ ദുആ ചെയ്യേണ്ട, അവരെ അള്ളാഹിലേക്ക് നയിച്ചാൽ മതി. ആ ഹിമ്മത്ത് കൊണ്ടും സംസാരം കൊണ്ടും സ്വഭാവം കൊണ്ടും പരിശുദ്ധി കൊണ്ടും ഒക്കെ അള്ളാഹിലേക്ക് മാർഗദർശനം ചെയ്യാൻ മതി എന്ന് റസൂലുള്ളാഹികൾക്ക് തോന്നിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അവസാനം റസൂലുള്ളാഹികളെ നുബുവത്താക്കിയത്. അതേസമയം ഇത് അവസാനത്തിന് പകരം അള്ളാഹു റസൂലുള്ളാഹികളെ നുബുവത്തിന് ആദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് നബിമാരിലൂടെ ഒക്കെ കടന്നു പോകുന്ന റസൂലുള്ളാഹികളാണെങ്കിൽ പോലും റസൂലുള്ളാഹികൾ നുബുവത്ത് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മറ്റ് നബിമാരിലൂടെ ഒക്കെ കടന്നു പോകുന്ന റസൂലുള്ളാഹികളാണെങ്കിൽ പോലും ഈ മറ്റു നബിമാരുടെ ഉമ്മത്ത് അവരോട് കാണിക്കുന്ന കാര്യത്തിൽ നിന്നുള്ള ഒരു അനുഭവ സമ്പത്ത് റസൂലുള്ളാഹികൾക്ക് ഇല്ലാതെ പോകും. അങ്ങനെ വരുന്ന സമയത്ത് റസൂലുള്ളാഹികളുടെ സമുദായത്തിൽ നിന്ന് വരുന്ന അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവർക്കെതിരെ ദുആ ചെയ്തു പോകാൻ ഒരു കാരണമാവും. അതില്ലാതിരിക്കാനാണ്. അപ്പോൾ റസൂലുള്ളാഹികളുടെ സമുദായമായ നമ്മൾക്ക് അള്ളാഹു നൽകിയ വലിയ റഹ്മത്താണ് റസൂലുള്ളാഹികൾ അവസാന കാലഘട്ടത്തിലായി എന്നത്. കാരണം മുമ്പുള്ള നബിമാരിലൂടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹ് അവരുടെ നബിമാരുടെ കാലഘട്ടത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് ആ നബിയിലോട് പെരുമാറുന്നത്, ആ നബി എങ്ങനെയാണ് അവരിലൊക്കെ കടന്നുപോയത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അപ്പോൾ ആ സമയത്തൊക്കെ എന്തൊക്കെയാണ് അവർ ചെയ്തത്, ഈ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് അറിവുണ്ടാവാൻ വേണ്ടി, അത് അനുഭവം ഉണ്ടാവാൻ വേണ്ടി. ആ അനുഭവം എന്തിനാ? അതുപോലത്തെ പൊട്ടത്തരങ്ങൾ ഈ ഉമ്മത്ത് കാണിക്കും. അപ്പോൾ അവർക്കെതിരെ ദുആ ചെയ്യാതിരിക്കാൻ വേണ്ടി, അവർക്കെതിരെ ദ്വാരക്കാതെ അവരോട് കാരുണ്യം കാണിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് റസൂലുള്ളാഹികളെ ഉത്തമമായ സ്വഭാവം കൊണ്ടും ഹിമ്മത്ത് കൊണ്ടും ഹാല് കൊണ്ടും അവിടുത്തെ സംസാരങ്ങൾ കൊണ്ടുമൊക്കെ അള്ളാഹിലേക്ക് നയിക്കാൻ വേണ്ടിയും. ഫമിൻ ജുംലത്തി മാ ഷാഹദ സല്ലല്ലാഹു അലൈഹി വസല്ലം
ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരു കാര്യമാണ് അൻ റാ ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ടു എന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഇങ്ങനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ നിന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം അവിടെ വന്നു. ജിബ്രീൽ അലൈഹി സ്വലാം ആരാണ്? ഹബീബുൽ മുഅ്മിനീൻ വനാസിഖുഹും വമുർഷിദുഹും. ജിബ്രീൽ അലൈഹി സ്വലാം മുഅ്മിനീങ്ങൾക്ക് ഹാദിമാണ്, അവർക്ക് ഉപദേശകനാണ്, അവരെ മാർഗദർശനം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ആളെ ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ടു. ബാദറ ഇലാ ഹദ്റത്തി മഹദൂമിഹി. ജിബ്രീൽ അലൈഹി സ്വലാം തിരക്കിട്ട് വന്നതാണ്. ആരുടെ അടുത്തേക്ക് വന്നത്? അവർ ഹിദ്മത്ത് ചെയ്യുന്ന അവരെ യജമാനൻ്റെ അടുത്തേക്ക്, അതായത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഹാദിമാണ് ജിബ്രീൽ അലൈഹി സ്വലാം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വെച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് ഓടി വന്നു ജിബ്രീൽ അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സഹായിക്കാൻ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാം ഫഖാല ലഹു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, അലക ഹാജത്തുൻ മിനല്ലാഹി ഔ മിന്നി. നിങ്ങൾ അള്ളാഹിൻ്റെ അടുത്തുനിന്നോ എൻ്റെ അടുത്തുനിന്നോ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു. ഫതഅദ്ദബ സിദ്ദീഖു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജവാബി മഅൽ മലക്കി വമഅ അല്ലാഹ്. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോടും ആ മലക്കിനോടുള്ള അദബ് പാലിച്ചുകൊണ്ടുള്ള ഉത്തരം പറഞ്ഞു. എന്താണ് ഉത്തരം? ഫഖാല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അമ്മാ ഇലൈക ഫല. നിങ്ങളെ അടുത്തു നിന്നുള്ള ആവശ്യമാണ് എനിക്ക് ആവശ്യമൊന്നുമില്ല. അതായത് ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ അടുത്താണെങ്കിൽ എനിക്ക് ആവശ്യമൊന്നുമില്ല. ലിസഅയിഹി മിൻ കുല്ലി മഖ്ലൂഖിൻ. കാരണം ആ സമയത്ത് റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം എല്ലാ സൃഷ്ടികളിൽ നിന്നും പൂർണ്ണമായും അവിടുത്തെ വേർപെടുത്തിയ അവസ്ഥയിലായിരുന്നു. വഹുവ ഫി ജം. ആ ജമ്മിൻ്റെ ഹഖീഖത്ത് അനുഭവിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നത്. മാ സഹവിൻ. എന്നാൽ അതോടൊപ്പം അവിടത്തേക്ക് സഹവുണ്ട്. സഹവ് എന്ന് പറഞ്ഞാൽ അന്തിരിംഗമായി അവർ ഹഖീഖത്ത് അനുഭവിക്കുമ്പോൾ മസ്തലായി നിൽക്കുന്ന അവസ്ഥയല്ല, അതോടൊപ്പം അവർക്ക് ഒരു ബോധമുണ്ട്. വൽ ബക്കാവിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ലിമുആനസതിഹിൽ ഹദ്റ. അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ സ്നേഹ സാമീപ്യം അനുഭവിക്കുന്ന ബക്കാവും അവരനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഫനാവും ബക്കാവും ഒക്കെ ഉള്ള ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാം എൻ്റെ അടുത്തുനിന്നോ അള്ളാഹിൻ്റെ അടുത്തുനിന്നോ എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ അടുത്തുനിന്നാണെങ്കിൽ എനിക്കൊന്നും വേണ്ട എന്ന് ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാണുകയാണ്. ഫമശാ സയ്യിദുന ജിബ്രീൽ ഇലാ സയ്യിദുന ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം ഇങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒന്നും പറഞ്ഞില്ല, വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തോന്നുമല്ലോ, അപ്പോൾ ഞാൻ പോയിട്ടാണോ ഒരു വേണ്ട പറഞ്ഞത്, ഞാൻ എന്നാൽ വലിയ ആളെ കൂട്ടിക്കൊണ്ടുവരട്ടെ, ഇപ്പം എൻ്റെ കുറവാണെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഈ വിഷയം പറഞ്ഞ് ഇബ്രാഹിം നബി ജിബ്രീൽ അലൈഹി സ്വലാം ഈ ഒരു കാര്യവുമായിട്ട് ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് പോയി. അക്ബർ മിൻഹു മഖാമുഹു ഇൻദ റബ്ബി. കാരണം ഇസ്രാഫീൽ അലൈഹി സ്വലാം മലക്ക് ഇസ്രാഫീൽ അലൈഹി സ്വലാം അള്ളാഹിൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാമിനേക്കാളും സ്ഥാനമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ചെറിയ സ്ഥാനമുള്ള ആൾ പോയിട്ട് ആവേണ്ട പ്രശ്നം, ഞാൻ എന്ത് ചെയ്യട്ടെ, ഇസ്രാഫീൽ അലൈഹി സ്വലാമിൻ്റെ അടുത്ത് പോയിട്ട് കാര്യം പറയട്ടെ. അങ്ങനെ പോയി പറഞ്ഞു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് വന്നു. ആദ്യം ഒറ്റക്കായിരുന്നു വന്നത്, പിന്നെ രണ്ടുപേരും കൂടി വന്നു. ഫഖാല ലഹു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞു, അലക ഹാജത്തുൻ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ, നമ്മുടെ അടുത്ത് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു. ഫഖാല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അമ്മാ ഇലൈക്കും ഫല. നിങ്ങളെ സഹായമാണ് ഒരു സഹായവും വേണ്ട. ഫതഅദ്ദബ. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദബ് പാലിച്ചിട്ടുണ്ട്. വലം യഖുൽ ലാ ഹാജത്ത. എനിക്ക് ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു സഹായം
പിന്നെ ഒരാൾ വന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ഉത്തരം പറയാം. പിന്നെ ഒന്നെങ്കിൽ സഹായം വേണമെന്ന് പറയും, അല്ലെങ്കിൽ എനിക്കൊരു ആവശ്യമില്ല എന്നും പറയും. ഇവിടെ ഒരു അദബ് പാലിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം. സഹായം വേണ്ടെന്നല്ല പറഞ്ഞത്, നിങ്ങളെ സഹായം വേണ്ടെന്ന് പറഞ്ഞത്. വലം യക്കുല്ലാ ഹാജത്ത്, എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല. എനിക്കാന ഖനിയൻ ബി റബ്ബി. പക്ഷേ ശരിക്കും അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൽ പൂർണ്ണമായി തൃപ്തിപ്പെട്ട, അള്ളാഹു ലയിച്ച് നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എനിക്കൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല, പകരം നിങ്ങളെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞുള്ളൂ. അതൊരു അദബ് കാണിച്ചതാണ്. ലി മക്കാമിൽ ഉബൂദിയത്തിൻ്റെ മക്കാമിൽ നിന്നുകൊണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, നമുക്ക് ആവശ്യങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ആവശ്യമില്ല, എനിക്കൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അബദിൻ്റെ ഇതല്ല, ഒരു യജമാനം പോലെ പെരുമാറുന്ന പോലെയാണ്. അപ്പോൾ നിങ്ങളെ ആവശ്യം എനിക്കില്ല, ആവശ്യമുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയിലായി. ശരിക്കും ഒരാവശ്യം അവർക്കില്ല. ലി മക്കാമിൽ ഉബൂദിയ അസ്ലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഈ ഉബൂദിയത്താവട്ടെ, ഉബൂദിയത്തിൻ്റെ അസ്ല് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഉബൂദിയത്തിൻ്റെ സത്ത. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ആയിഷ ബീവിയോട് പറഞ്ഞു, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ എന്ന് ചോദിച്ചില്ലേ. ഫക്കാല, അപ്പം ജിബ്രീൽ അലൈഹി സ്വലാമും ഇസ്രാഫീൽ അലൈഹി സ്വലാമും ഇബ്രാഹിം നബീനോട് പറഞ്ഞു അലൈഹിസ്സലാം, ഫസ് അൽ റബ്ബക്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ ആവശ്യമില്ല എന്നല്ലേ ഉള്ളൂ, നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കും. ഫക്കാല, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇൽമുക ബിഹാലി യോനി അൻ സുഹാലി ലഹു. ഇൽമുക ബിഹാലി, എൻ്റെ ഹാലിനെ കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ അറിവ്, യോനി അൻ സുഹാലി ലഹു, അവനോട് ചോദിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ അള്ളാഹോട് എൻ്റെ ആവശ്യം പറഞ്ഞിട്ട് വേണോ? അള്ളാഹ്ക്ക് ഓൾറെഡി എൻ്റെ ആവശ്യം അറിയില്ലേ, പിന്നെ എന്തിനാണ് ഞാനിപ്പോൾ അള്ളാഹോട് ഇങ്ങനെ ചോദിച്ചു വാങ്ങണത്? നിങ്ങൾ ആദ്യം പറഞ്ഞു മലക്കുകളോട് നിങ്ങളെ ആവശ്യം എനിക്കില്ല. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനത്തെ ഒരു പ്രയാസത്തിൽ, ഇങ്ങനത്തെ പ്രയാസം വേണ്ട, ഇത് തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്നു. തീക്കുണ്ടാരൊന്നും വേണ്ട, നമ്മളിപ്പോൾ ഒരു ബ്ലേഡ് എടുത്ത് ചെറിയൊരു വര നമുക്ക് ഒരാളിങ്ങനെ വരയ്ക്കാൻ പോകാമെന്ന് വെച്ചാൽ നമ്മൾ കയ്യിലേക്ക് ഒരു ബ്ലേഡ് എടുത്തിട്ട് ഒരാളിങ്ങനെ വരയ്ക്കാൻ പോവാണ്. ആ സമയത്ത് നമ്മളടുത്ത് ജിബ്രീൽ അലൈഹി സ്വലാം വന്നല്ലോ, അവരുടെ അടുത്തുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് വന്ന് ചോദിക്കാൻ, ഞാൻ എന്തെങ്കിലും സഹായിക്കട്ടെ എന്ന് വെച്ചാൽ, വേഗം വാ, ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്, എൻ്റെ സഹായമാണ് എനിക്ക് വേണ്ടതെന്നല്ല നമ്മൾ പറയുക. അതേസമയം ചൂട് കൊണ്ട് കത്തി എരിഞ്ഞു പോകുന്നുള്ള അവസ്ഥയിൽ അടുത്ത് പോലും പോകാൻ പറ്റാത്ത തീക്കുണ്ടാരുണ്ടാക്കിയിട്ട് ആ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ദൂരെ നിന്ന് എറിയണം. അതും മനുഷ്യന്മാർ പോയാൽ കത്തിപ്പോവും, അതിൻ്റെ അടുത്തേക്ക് പോയാൽ കത്തിപ്പോവും, അങ്ങനത്തെ തീക്കുണ്ടാരത്തിലേക്ക്. അപ്പോൾ അങ്ങനെ എറിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്ക് ഏറ്റവും വലിയ മലക്കുകൾ 2 പേരും വന്നിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ചോദിച്ചിട്ട്, നിങ്ങളെ സഹായം എനിക്കൊന്നും വേണ്ടെന്ന് പറയണത്. അതുപോലെ തന്നെ അള്ളാഹിനോട് ചോദിക്കുന്ന പറഞ്ഞപ്പോൾ നമ്മൾ പറയാം വലിയ അള്ളാഹിൻ്റെ അടിമല്ലേ, അപ്പോൾ അള്ളാഹിനോട് ചോദിക്കാൻ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്ത്, അത് ഇതാക്ക് എന്ന് പറഞ്ഞാൽ കരയുകയേ ചെയ്യാം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ എന്താ, ഇൽമുഹു ബിഹാലി യോനി അൻ സുഹാലി ലഹു. അള്ളാഹ്ക്ക് എൻ്റെ കാര്യങ്ങൾ അറിയാലോ, ഞാൻ ഇതിനപ്പോൾ അവനോട് പറഞ്ഞിട്ട് വേണം ഓന് ഇതൊക്കെ അറിയാൻ എന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ കണ്ടതാണ്, അൻ തൊലബ ഫി മഖാമി മുആയനതി മിൻ സൂഇൽ അദബ്. അതായത് അള്ളാഹുവിനെ കാണുന്ന സമയത്ത് എന്തെങ്കിലും, അള്ളാഹുവിനെ കണ്ട് അനുഭവിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചോദിക്കുക എന്ന് പറയുന്നത് ഒരു അദബ് കേടാണ്. മിൻ സൂഇൽ അദബ്, അത് അദബ് കേടാണ്. വൈൻ ജവ്വസഹു അശ്ശാരിഉ ലിദ്ദുഅഫ. എന്നാൽ ശരീഅത്തിൽ നിൽക്കുന്ന ആളുകൾക്ക്, അതായത് അള്ളാഹിനെ അറിയാത്ത ആളുകൾക്ക് അവരുടെ ബലഹീനത കൊണ്ട് ശരീഅത്ത് അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്, ചോദിച്ചോളി എന്തെങ്കിലുമൊക്കെ, അത് അവരുടെ ബലഹീനത കൊണ്ടാണ്. എന്നാൽ അള്ളാഹിനെ അറിഞ്ഞ ആളുകൾക്ക് അവർ അള്ളാഹിനോട് ചോദിക്കുന്നത് ഒരിക്കലും ഇതെങ്ങനെയെങ്കിലും നേടിക്കിട്ടണം, എനിക്ക് കിട്ടണം വാശി, ആ രൂപത്തിലുള്ള ചോദ്യം ഒരിക്കലും അവർക്ക് അനുവദനീയമല്ല. അപ്പോൾ ശരീഅത്തിൻ്റെ ആളുകൾക്ക് അള്ളാഹു അത് അനുവദിച്ചു കൊടുത്തത് അവരുടെ ബലഹീനത കൊണ്ടാണ്, അല്ലാതെ അത് വേണ്ടിയിട്ടല്ല. എന്നാൽ അള്ളാഹിനെ അറിഞ്ഞ ആളുകൾക്ക് അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് പിടിച്ചു വാങ്ങി ഇതൊക്കെ കിട്ടണം, എങ്ങനെയൊക്കെയോ അള്ളാഹിനോട് ചോദിക്കണം, ചോദിച്ചാലേ അള്ളാഹ് അറിയുള്ളൂ, എന്നിട്ട് അള്ളാഹിനെ ഇതൊക്കെ പറഞ്ഞ് വാങ്ങിച്ചെടുക്കണം എന്ന ഒരവസ്ഥയിലല്ല നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത്. എന്നാൽ
അള്ളാഹു അള്ളാൻ്റെ അടിമയിൽ നിന്ന് ചോദിക്കുന്ന ഇഷ്ടപ്പെടുന്നുണ്ട്. അതെന്തിനാ? അത് ഉബൂദിയത്ത് കാണിക്കാനാണ്, നമ്മൾ അടിമയാണെന്ന് വരുത്താൻ. അതന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, പലപ്പോഴും നമുക്ക് നല്ലത് നമ്മളെ കുറേ വാക്കുകൾ കൊണ്ട് കുറേ ദുആ ഉണ്ടാക്കിയിട്ട് നമ്മളങ്ങനെ നീട്ടി വലിച്ച് ദുആ എടുക്കണതല്ല നല്ലത്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ മഹാന്മാരായ മശായിഖന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്മദ് തിജാനി തങ്ങൾ, മഹത്തുക്കളൊക്കെ ഓരൊക്കെ ദുആ ഇരുന്നത് ഒരു ദുആ നിൽക്കാൻ വേണ്ടി ദുആ ഇരുന്നതല്ല. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാം റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ആദം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ ദുആ അല്ല അത്. ആദം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ദുആ എടുക്കാൻ പറഞ്ഞത് അങ്ങനെ. അപ്പോൾ അള്ളാഹു വഹി കൊടുത്തിട്ടാണ് ആദം നബി അലൈഹി ഇസ്ലാം ദുആ ഇരുന്നത്. നമ്മളൊക്കെ വിചാരിക്കും നമ്മളിങ്ങനെ കിട്ടി ദുആ എടുക്കണം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ശൈത്താന് തോന്നി അതേ ദുആ ഞാൻ ദുആ എടുക്കട്ടെ അള്ളാഹിനോട്, അതായത് അതേ ദുആ ഇരുന്നിട്ട് എനിക്ക് പുറത്തിട്ടിട്ട് ഞാനും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാലോ എന്ന്. അപ്പോൾ ശൈത്താൻ ആ സമ്മതം അള്ളാഹു കൊടുത്തില്ല. കാരണം അവൻ്റെ നഫ്സാണ് അവിടെ താല്പര്യം. അപ്പോൾ എന്നാൽ ആദം നബി അലൈഹി ഇസ്ലാമിന് ആ നഫ്സ് താല്പര്യം ഉണ്ടായിരുന്നില്ല, അള്ളാഹു പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്യായിരുന്നു. അപ്പോൾ ഉബൂദിയത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ദുആ, ഉബൂദിയത്ത് കാണിക്കാനാണ് ദുആ. അല്ലാതെ എന്തൊക്കെയോ ചോദിച്ചാലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടൂല എന്ന് മനസ്സിലാക്കിയിട്ടല്ല. അള്ളാഹിൻ്റെ ആരിഫിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടിമത്വം കാണിക്കാൻ വേണ്ടി അടിമ ഉടമനോട് ഇങ്ങനെ ചോദിക്കുക എന്ന് പറയുന്നത് ആ അടിമത്വത്തിൻ്റെ ഒരു പ്രകടനമാണല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതിന് സാധാരണ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്താ? മശായിഖന്മാർ പഠിപ്പിച്ച ദുആ, വിശ്വാസങ്ങൾ പഠിപ്പിച്ച ദുആ, അതിലിഷ്ടം പോലെ ഉണ്ടല്ലോ, അത് വെറുതെ ദ്വാരക്ക് പൊതുവിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. എന്നാൽ മറ്റുള്ളവരാരെങ്കിലും നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് വേണ്ടി അങ്ങനെ പറയാം. ഇപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മോട് പറഞ്ഞ് നല്ല അസുഖമാണ്, എന്തെങ്കിലും ദുആ ചെയ്യണം, അപ്പോൾ നമുക്ക് വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി ദ്വാരക്കാം. അള്ളാഹു അവർ അസുഖമൊക്കെ ശിഫായി കൊടുക്കണം, ദ്വാരക്കാം, കുഴപ്പമില്ല. കാരണം അവർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദ്വാരക്കുന്നത്. അതേസമയം നമ്മൾ പേഴ്സണലായി ഇങ്ങനെ എഴുതിയെടുത്ത് ഇങ്ങനെ ഒരു എസ്സേ പോലെ അങ്ങനെ ദ്വാരക്കുന്നത് അത്ര നല്ല കാര്യമല്ല. പ്രത്യേകിച്ച് അള്ളാഹുവിനെ അറിഞ്ഞ ആളുകൾക്ക്. അള്ളാഹിനെ അറിയാത്തവർക്ക് അവരുടെ ലോഫ് കൊണ്ട്, അവരുടെ ബലഹീനത കൊണ്ട് അള്ളാഹു അവർക്ക് അനുമതി കൊടുത്തിട്ടുണ്ട് ചോദിക്കാൻ. കാരണം അവർക്ക് എപ്പോഴും അത് പിടിച്ചിക്കാൻ പറ്റണമെന്നില്ല. അള്ളാഹു എല്ലാം അറിയും, ഞാൻ ചോദിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല അവരുള്ളത്. അതുകൊണ്ട് അവർക്ക് സമ്മതം കൊടുത്തിട്ടുണ്ട്, ചോദിച്ചോ. തർവീഹൻ ലഹും, അവർക്കൊരു റാഹത്തായിട്ടാണ് അവരോട് അങ്ങനെ പറഞ്ഞത്. വലായക്കൂന് ഇല്ലാ മാ കാന ഫി എൽമിഹി, എന്നാൽ അത് അള്ളാഹുവിൻ്റെ അറിവിലില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് പറയാൻ പറഞ്ഞതൊന്നല്ല. അതായത് ഇത് അള്ളാഹിനോട് ചോദിക്കണം എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് ഇത് ഓർമ്മയില്ലായിട്ടാണ്, ഇപ്പം നിങ്ങൾ ചോദിച്ചിട്ട് വേണം അള്ളാഹ്ക്ക് അറിയാൻ എന്ന് മനസ്സിലാക്കിയിട്ടല്ല. ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാത്താണ്. നിങ്ങളെ ആവശ്യങ്ങളൊന്നും നിങ്ങൾക്ക് അള്ളാഹിനോട് നിങ്ങൾ പറഞ്ഞില്ല, അള്ളാഹ്ക്ക് അറിയുന്നല്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ട് വാങ്ങിയിട്ട് എടുക്കണം. അതിനാണ് അള്ളാഹ് ഇങ്ങനെയൊക്കെ സാഹചര്യം തരുന്നതെന്ന് മനസ്സിലാക്കാനല്ല. അങ്ങനെ ഒരിക്കലും മനസ്സിലാക്കരുത്. ഐരി കബൂൽ ജിയാദ, നിങ്ങളിങ്ങനെ ചോദിച്ചിട്ട് അള്ളാഹിൻ്റെ അറിവ് കൂടുന്നില്ല ആ വിഷയത്തിൽ. നിങ്ങളാവശ്യം, നിങ്ങൾക്കൊരു ഭക്ഷണ ആവശ്യമുണ്ട്, വെള്ളം ആവശ്യമുണ്ട്, നിങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്കൊരു റിലീഫ് ആവശ്യമുണ്ട്, എന്നതൊക്കെ അള്ളാഹ്ക്ക് അറിയാത്തതല്ല, അള്ളാഹ്ക്ക് അറിയാം. നിങ്ങൾക്ക് ആ ആവശ്യം വരുന്ന സമയത്തിൻ്റെ മുമ്പ് തന്നെ അള്ളാഹ്ക്ക് അറിയാം. ഇനിയിപ്പോൾ അള്ളാഹ്ക്ക് അങ്ങനെ കൂടുതൽ നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് കൂടുതൽ അറിവ് കിട്ടുന്നുണ്ട് എന്നാണെങ്കിൽ അന്ന ജിയാദത്ത തഖ്ലദിൽ ജഹൽ, അതായത് നിങ്ങൾ ചോദിച്ചിട്ട് അള്ളാഹ് കൂട്ടിത്തരാൻ നിങ്ങൾ കരുതുകയെന്ന് കരുതുക. നിങ്ങൾ ദുആ ചെയ്തിട്ട് ആ ദുആക്കനുസരിച്ച് അള്ളാഹ് നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടിത്തരികയാണ് എന്ന് നിങ്ങൾ കരുതുന്നത് ഒരു ജഹാലത്താണ്, ഒരു അറിവുകേടാണ്. വഹുവ നഖ്സുൻ, അത് അള്ളാഹിനെ പറ്റി നമ്മൾ കുറവ് കാണിക്കുകയാണ്. അപ്പം നിങ്ങൾ ചോദിച്ചിട്ട് അള്ളാഹ് ഇങ്ങനെ കൂട്ടിത്തരിക, അപ്പോൾ അത് അള്ളാഹ്ക്ക് ഓൾറെഡി അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നുള്ളതല്ലേ, അതൊരു അള്ളാഹ്ക്ക് അറിയില്ല എന്നുള്ളത് പറയുന്നത് പോലല്ലേ, അല്ലെങ്കിൽ അള്ളാഹു ഒരു കുറവ് വരുത്തി എന്ന് പറയുന്ന പോലെയല്ലേ. അപ്പോൾ അള്ളാഹ്ക്ക് അറിവില്ലാത്തൊരു കാര്യം നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു എന്ന് പറഞ്ഞ പോലെ ഉണ്ടാവും. അതൊരിക്കലും അള്ളാഹ്ക്ക് സാധ്യമല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ട് കിട്ടുന്നതല്ല അത്. അപ്പോൾ ചോദിക്കുമ്പോൾ അള്ളാഹ്ക്ക് ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കുന്നില്ല. വഹുവ നഖ്സുൻ വലാ നുഖ്സാന ലി അന്ന യൽതസിമു ആറാദൻ തത്ലുബു നഖ്സ മിൻ ഷുഹിൻ വബുഖലിൻ വഹിയ മുഹാൽ. ഇനി അള്ളാഹു അറിഞ്ഞിട്ടും നിങ്ങൾക്ക് തരാതിരിക്കാൻ തോന്നുന്നുണ്ടോ? രണ്ട് രൂപത്തിലുണ്ടാവാം. ഒന്ന്, നിങ്ങൾ ചോദിക്കുന്നത് അള്ളാഹുവിന് ഇത് അറിയൂല, അപ്പം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, എന്നിട്ടാണ് മനസ്സിലാവുക, എന്നിട്ട് അതിനനുസരിച്ച് അള്ളാഹ് തരികയാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് അള്ളാഹ്ക്ക് അറിയാത്തതാണെന്ന് പറയേണ്ടി വരും. അത് അള്ളാഹ്ക്ക് തൊട്ട് അസാധ്യമായ കാര്യമാണ്. അള്ളാഹ്ക്ക് അറിയാത്തതൊന്നുമില്ല.
നിങ്ങളെ കാര്യമൊക്കെ നന്നായിട്ട് അള്ളാഹ്ക്ക് അറിയാം. നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ അവിടുന്ന് അള്ളാഹ് സ്നേഹിക്കുന്നുമുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു വീക്ഷണം, അള്ളാഹ്ക്കത് അറിഞ്ഞിട്ടും അള്ളാഹു തരാത്തതാണെന്നാണ്. ഇതൊക്കെ അറിയാം നമുക്ക്, അള്ളാഹ്ക്ക് അറിയാം നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നിട്ടും അള്ളാഹ് തരാത്തതാണ്. അങ്ങനെയാണെങ്കിലോ അപ്പോൾ അള്ളാഹ് പിശുക്കനാന്ന് പറയേണ്ടി വരും. അള്ളാഹ് ഉണ്ടായിട്ടും അള്ളാഹ് കൊടുക്കാത്തവനാണെന്ന് പറയേണ്ടി വരും. അതും അള്ളാഹുവിന് സാധ്യമല്ലാത്ത കാര്യം, അതും അസാധ്യമാണ് അള്ളാഹ്ക്ക്. അപ്പോൾ ഇത് രണ്ടും അസാധ്യമാണ്. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനത്തെ വിശ്വാസം വെച്ചിട്ടൊന്നും എന്ത് ചെയ്യരുത്, ദുആ ചെയ്യരുത്. അങ്ങനത്തെ ദുആ നമ്മൾ അള്ളാഹുവിന് തൊട്ട് അകറ്റുള്ളൂ, അടുപ്പിക്കൂല. കാരണം നമ്മളിങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ട് അള്ളാഹ്ക്ക് അറിയണം എന്ന് വിചാരിച്ചാൽ അള്ളാഹ് അങ്ങനത്തെ ഒരാളാണ്, ഒന്നും നമ്മൾ പറ്റി മനസ്സിലാക്കാത്ത ഒരാളാണെന്നല്ല വിചാരിക്കുക. അത് അള്ളാഹിനോട്ടുള്ള സ്നേഹം കുറയ്ക്കുക ചെയ്യുക. അള്ളാഹിനോട് പറഞ്ഞിട്ട് അള്ളാഹ് അറിഞ്ഞിട്ട് നമുക്ക് തരാത്താണ്, ചോദിച്ച് വാങ്ങിയിട്ട് വേണമെന്ന് പറഞ്ഞാൽ അള്ളാഹ് പിശുക്കനാന്നല്ല വരിക. അപ്പോൾ അതും അള്ളാഹിനെ തൊട്ട് നമ്മൾ അകറ്റുക ചെയ്യുക. നമ്മൾ അള്ളാഹിനോട് ചോദിക്കേണ്ട അള്ളാഹിൻ്റെ അടിമയാണെന്ന് കണ്ടുകൊണ്ട് മാത്രം. ഒന്നും അള്ളാഹു ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലൊക്കെ ഒരേപോലെ തരും. നമ്മൾ അള്ളാഹിൻ്റെ അടിമയെ അള്ളാഹിനോട് ചോദിക്കുക, ഉബൂദിയത്ത് പ്രകടമാക്കാൻ വേണ്ടി. വേറെ ഒരു ചോദ്യവും പറ്റൂല. എന്നാൽ അള്ളാഹിനെ അറിയാത്ത ആളുകൾക്ക് നോർമൽ ചോദ്യങ്ങളാവാം. അത് അവർക്ക് അവർ ബലഹീനരാണ്, അവർക്ക് സാധിക്കൂല അത്. അതുകൊണ്ട് നോർമലായി അവർ ചോദിച്ചോട്ടെ. വറമിയ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ വറമിയ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യൻദുറു ഇലാ ഹാലി ജിബ്രീൽ മാ അബീഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ അഗ്നിയിലേക്ക്, തീയിലേക്ക് എറിയപ്പെട്ടു. യൻദുറു ഇലാ ഹാലി ജിബ്രീൽ മാ അബീഹി ഇബ്രാഹിം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ ജിബ്രീൽ അലൈഹി സ്വലാം എങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചതെന്ന് റസൂലുള്ളാഹി കണ്ടു. അതായത് ജിബ്രീൽ അലൈഹി സ്വലാം ഇബ്രാഹിം നബിയെ സഹായിക്കാൻ വേണ്ടി പോയല്ലോ, അപ്പോൾ അത് റസൂലുള്ളാഹി കണ്ടു. ഇബ്രാഹിം നബിയിലൂടെ റസൂലുള്ളാഹി തന്നെയാണല്ലോ ഉള്ളത്. ഫആഹദ നഫ്സഹു. അപ്പോൾ റസൂലുള്ളാഹി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഹത്താ യുജാജിഹു അലാ ഫിഅലി. ജിബ്രീൽ അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സഹായിച്ചതിന് വേണ്ടി ഒരു പ്രതിഫലം കൊടുക്കണം ജിബ്രീൽ അലൈഹി സ്വലാമിന് എന്ന് ഉറപ്പിച്ചു. എൻ്റെ ഒപ്പനെ സഹായിച്ച ആളല്ലേ, അതുകൊണ്ട് എനിക്കും അവരെ സഹായിക്കണം എന്ന് ഉറപ്പിച്ചു. ഫജഅലല്ലാഹു നൂറഹു ഫിന്നാർ. അങ്ങനെ വജഅലല്ലാഹു നൂറഹു ഫിന്നാർ, ജിബ്രീൽ അലൈഹി സ്വലാം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് ഇറക്കി ഇട്ടപ്പം ആ നരകത്തെ അള്ളാഹു പ്രകാശമാക്കി മാറ്റി. ഫസാറത്ത് റഹ്മത്തൻ വസലാമൻ വബറക്കത്തൻ വഹിദ്മത്തൻ. ആ ഒരു തീക്കുണ്ടാരത്തെ അള്ളാഹു റഹ്മത്തും സലാമത്തും ബറക്കത്തും ഈ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സഹായിക്കുന്ന ഒരു ഹാദിമുക്കാക്കി മാറ്റി. മുഅ്ജിസത്തൻ മുഫഹിമത്തൻ. അതുപോലെ തന്നെ സൗലത്ത് തായി അല നഫ്സി. നമ്രൂദിൻ്റെ അതിക്രമങ്ങൾക്ക് അതിനെ അടിച്ചമർത്തുന്ന, അതിനെ നിശബ്ദമാക്കുന്ന ഒരു മോജിസത്തായിട്ട് ഈ ഒരു കാര്യത്തെ അള്ളാഹു മാറ്റി. ഫറദ്ദ ഖൈദഹു ഫി നഹ്രിഹി. ഈ നമ്രൂദിൻ്റെ ഈ ഒരു തന്ത്രം അവനിലേക്ക് തന്നെ അള്ളാഹു മടക്കി. വസാറത്ത് ഒബാലൻ അല അദുവി നമ്രൂദി അർക്കാനി ദൗലത്തിഹി. അങ്ങനെ ഈ ഒരു കാര്യത്തെ, നമ്രൂദ് തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ ഈ ഒരു സംഭവത്തെ നമ്രൂദിന് തന്നെ അവൻ്റെ അധികാരത്തിനെ അടിച്ചമർത്തുന്ന, അധികാരത്തെ തകർത്ത് കളയുന്ന ഒരു മോജിസത്തായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മോജിസത്തായി മാറി. ഫനസ്റത്ത് സഫിയല്ലാഹ് വജുഇലത്ത് സരീര. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു തിരഞ്ഞെടുത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സഹായിച്ചു. വജുഇലത്ത് സരീറൽ ഇബാദത്ത് വൽ മുഷാഹദ. ഈ ഒരു തീക്കുണ്ടാരത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരു ഇബാദത്തിനുള്ള കിടക്കയാക്കി കൊടുത്തു. മുഷാഹദത്തെ, അള്ളാഹുവിനെ ആരാധിക്കാനുള്ള, അള്ളാഹിനെ കണ്ടനുഭവിക്കാനുള്ള സ്ഥലമാക്കി കൊടുത്തു. ഇത്രയും പ്രയാസമുള്ള തീയിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആരാധിക്കാനും അള്ളാഹിനെ അനുഭവിക്കാനും ആസ്വദിക്കാനുള്ളൊരു കിടക്കയാക്കി മാറ്റി കൊടുത്തു അള്ളാഹു സുബ്ഹാനഹു വ തആല സയ്യിദന ഇബ്രാഹിം അലൈഹി സ്വലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ. അപ്പോൾ വഫുതിഹ ബാബുൽ അഫ്ഹാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, നമ്മുടെ
ചിന്തകളെ അള്ളാഹു തുറന്നു തരികയാണ്. എന്ത്? ബി അന്നനാറ ലാ തൊഹരിക ബിനഫ്സിഹ, തീയിന് സ്വന്തമായി ഒന്നിനും കരിക്കാനൊന്നും കഴിയില്ല, സ്വന്തമായി തീയിന് കരിക്കാൻ കഴിയില്ല. വൈന്നമാ യഖഹ ഇഹ്റാഖു ബില്ലാ, അള്ളാഹിനെ കൊണ്ടാണ് തീ കരിക്കുന്നത്. ഇൻ അറാദഹു ഇന്ദ മഖാറനത്തി ജിർമിഹ, അള്ളാഹു കരിയാൻ ഉദ്ദേശിക്കുന്ന ഒരു വസ്തുവിനെ തൊടുമ്പോൾ മാത്രമേ തീ അതിനെ കരിയിക്കുള്ളൂ, അല്ലാതെ തീ സ്വന്തമായി കരിയിക്കില്ല. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും, നമ്മളൊരു തീയിനെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ തീയായിട്ട് കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ ബുദ്ധിമുട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്, ഈ പ്രയാസം നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അപ്പോൾ ആ പ്രയാസം എടുത്തു മാറ്റണേ നമ്മൾ ദുആ ചെയ്യാം. അള്ളാഹു ഈ പ്രയാസം മാറ്റണേ, ഇതിന് രക്ഷപ്പെടണേ. അതിന് രക്ഷപ്പെടണമെന്നും പ്രയാസം മാറണം നിർബന്ധമൊന്നുമില്ല. ആ പ്രയാസത്തിനെ നമ്മളെ പ്രയാസപ്പെടുത്താൻ പറ്റണമെന്നില്ല. ഏതുപോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീ ഉപദ്രവിക്കാത്തതുപോലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിൽ വെച്ചുകൊണ്ട് തന്നെയല്ല അള്ളാഹ് സഹായിച്ചത്, അല്ലാതെ തീയിൻ്റെ പുറത്തേക്കാക്കിയിട്ടല്ലല്ലോ. നമ്മളിപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ ഞാൻ ദുആ ചെയ്യാം, അള്ളാഹു ഈ തീയിൽ തന്നെ രക്ഷപ്പെടുത്തണമെന്ന്. ഈ തീയിൻ്റെ ഉള്ളിൽ നിന്നിട്ടും അള്ളാഹുവിനെ നമുക്ക് എന്ത് ചെയ്യുക, തണുപ്പാക്കാൻ പറ്റും നമ്മൾ ചിന്തിക്കലില്ല. തീയിൻ്റെ ഉള്ളിൽ വെച്ചാലും മറ്റുള്ളവരെ കണ്ണിൽ നമ്മൾ തീയിലാണെന്ന് മനസ്സിലായാലും നമ്മൾ സുഖിക്കാൻ അള്ളാഹുവിന് സുഖിപ്പിക്കാൻ അള്ളാഹ്ക്ക് പറ്റും. നമ്മളെ ചിന്തകൾ ഈ കാരണങ്ങൾ അപ്പുറത്തേക്ക് പോകാറില്ല. നമുക്ക് വിശക്കുന്ന സമയത്തും ദാഹിക്കുന്ന സമയത്തും പ്രയാസം അനുഭവിക്കുന്ന സമയത്തും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്തും ആ സമയങ്ങളിലൊക്കെ അത് മാറാതെ തന്നെ അതായിക്കൊണ്ട് തന്നെ അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റും. അത് മാറ്റണം എന്നില്ല. പലപ്പോഴും നമ്മളെ ദുആകളും പലപ്പോഴും അള്ളാഹുവിലേക്കുള്ള മത്തേട്ടും അത് മാറണം എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അത് മാറാതിരിക്കുന്ന സമയത്ത് നമുക്ക് സങ്കടമാണ്. സംഭവം മാറണം നിർബന്ധമൊന്നുമില്ല. അത് നിലനിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കാം, അള്ളാഹു നമുക്ക് റാഹത്ത് നൽകുക. അത് നിലനിന്നുകൊണ്ട് തന്നെ, അങ്ങനെ ഒരു അവസ്ഥ നിലനിന്നുകൊണ്ട് തന്നെ അള്ളാഹുവിനത് പ്രയാസപ്പെട്ട കാര്യമൊന്നുമല്ല എന്ന് കരുതി നമുക്കത് ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കേണ്ട, അതിങ്ങനെ നിലനിൽക്കണം, വാശി പിടിക്കണം എന്നല്ല കേട്ടോ. ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ തേടാം, ഒഴിവാക്കാം. പക്ഷേ അത് ഒഴിവാക്കിയാലേ അള്ളാഹു നമുക്ക് ശാന്തി ഉണ്ടാവുള്ളൂ, ശാന്തി തരാൻ സാധിക്കുള്ളൂ. പലപ്പോഴും പറയലുണ്ടല്ലോ, കടം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, കടം മാറിയാലേ നമുക്ക് റാഹത്ത് ഉണ്ടാവുള്ളൂ. അങ്ങനെ വിചാരിക്കേണ്ട. കടമായി നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ശ്രമിക്കുന്നുണ്ട് കടം വീട്ടാൻ, ഓക്കെ ശരി തന്നെ. എന്നിട്ടും കടമായി നിലനിൽക്കുന്നിടത്തോളം അങ്ങനെ തന്നെ നമുക്ക് അള്ളാഹു റാഹത്ത് നൽകാൻ പറ്റും. നമ്മൾ പറയും എൻ്റെ ഭാര്യ ഭയങ്കര പ്രശ്നക്കാരത്തിയാണ്, ഭർത്താവ് ഭയങ്കര പ്രശ്നക്കാരനാണ്, ബുദ്ധിമുട്ടിലാണ്, ആകെ മൂപ്പര എന്താ ചെയ്യുക, മൂപ്പര കൂടെ ജീവിച്ചിട്ട് എങ്ങനെയാണ് ജീവിക്കുക നമ്മൾ ചിന്തിക്കും. അല്ലെങ്കിൽ അവളെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കാം. ഇതിങ്ങനെ നിലനിൽക്കുന്നിടത്ത് ആ പെണ്ണും ആ പുരുഷനും അങ്ങനെ തന്നെ നിന്നുകൊണ്ട് തന്നെ അള്ളാഹു നമ്മൾ ഹൃദയത്തിന് മാറ്റം വരുത്താലോ. ഇത് അനുഭവിക്കുന്ന നമ്മൾ ഹൃദയത്തിലല്ലേ, നമ്മൾ റൂഹിലല്ലേ ഇതൊക്കെ അനുഭവിക്കണത്. ഈ സാധനത്തിന് മാറ്റാലോ അള്ളാഹുവിന്. ഇതൊക്കെ മാറണം നിർബന്ധമുണ്ടോ? നമ്മളിതൊക്കെ മാറിയാലേ നമ്മൾ മാറ്റം വരുള്ളൂ നമ്മൾ വിചാരിക്കണം. അങ്ങനെയല്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് ഇറക്കിയിട്ട് അള്ളാഹിൻ്റെ സഹായം വന്നത് തീക്കുണ്ടാരം കത്തിയെരിഞ്ഞ് ഇല്ലാണ്ടായതല്ല. ആ തീനങ്ങനെ വെച്ചിട്ട് ആ തീൻ അള്ളാഹു ബർദൻ വസലാമൻ അല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മുകളിലൊരു തണുപ്പാക്കി കൊടുത്തു. അള്ളാഹു തണുപ്പിക്കുന്ന ഒരു സാധനമാക്കി കൊടുത്തു. അള്ളാഹുവിന് നമ്മളെ ഇങ്ങനത്തെ പ്രയാസപ്പെട്ട സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കതൊക്കെ രസമായി തോന്നുന്ന, അത് അള്ളാഹുവിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നതായി തോന്നുന്ന, അള്ളാഹുവിൻ്റെ സാമീപ്യവും സ്നേഹവും നമുക്ക് കൂടുതൽ രുചിപ്പിക്കുന്ന ഒന്നായിട്ട് നമുക്ക് മാറ്റിക്കൂടെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇതിനെ ഒരു ഇബാദത്ത് ചെയ്യുന്ന മെത്തയാക്കി മാറ്റിയതുപോലെ നമ്മളെ ഭാര്യ അല്ലെങ്കിൽ നമ്മളെ ഭർത്താവ് നമ്മളെപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് കരുതുക. അങ്ങനെ ആ ശല്യം നമ്മൾ സഹിക്കുന്നതിലൂടെ അള്ളാഹിൻ്റെ സാമീപ്യത്തിൻ്റെ രുചി നമ്മൾ ഹൃദയത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തീക്കുണ്ടാരത്തിൽ അള്ളാഹു മെത്തയാക്കിയ പോലെ നമുക്കൊരു മെത്തയാവുന്ന ഫീലല്ലേ വരിക നമ്മളതിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് മനസ്സിലാവുന്ന ഈ ഒരു തീനെ സ്വന്തമായി കരിക്കാൻ കഴിയില്ല. നമ്മൾ മോശപ്പെട്ട ഒരു മനുഷ്യനെ നമ്മളെ ഉപദ്രവിക്കാൻ സാധിക്കില്ല. നമ്മളെ കടത്തിന് നമ്മൾ വിഷമിപ്പിക്കാൻ പറ്റൂല. ഒരാൾ ചീത്ത വിളിച്ചുകൊണ്ട് നമ്മളൊന്നും ആവൂല, നമുക്കൊന്നും ഉണ്ടാവില്ല. അതൊന്നും മാറണം എന്നല്ല വിചാരിക്കും. വൈന്നമായ അള്ളാഹിനെ കൊണ്ടേ ഇതൊക്കെ നമ്മളെ
നമ്മൾ കരിയുള്ളൂ. നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷമം അള്ള ഉദ്ദേശിച്ചാലേ നടക്കുള്ളൂ. വേറെ ആൾ വിഷമിപ്പിക്കാൻ വിചാരിച്ചുകൊണ്ട് നമ്മൾ വിഷമാവുന്നില്ല. അള്ള ഉദ്ദേശിക്കണം നമ്മൾ വിഷമിപ്പിക്കണം എന്ന് അള്ള ഉദ്ദേശിക്കണം, എന്നാലേ നടക്കുള്ളൂ. ഇന്നറാദഹു, അള്ളാഹു അത് ഉദ്ദേശിച്ചാൽ, ഇതിലൂടെ വിഷമിപ്പിക്കണം എന്നുള്ള ഉദ്ദേശിച്ചാൽ, ഇന്ത മുഖാറനത്തെ ജിർമഹി, അത് തൊടുമ്പോൾ വിഷമിക്കണം എന്നുള്ള ഉദ്ദേശിച്ചാൽ അപ്പോൾ നമുക്ക് വിഷമാവും, അല്ലെങ്കിൽ വിഷമാവില്ല. അപ്പോൾ അതൊന്നും മാറണം നിർബന്ധമൊന്നുമില്ല. ഫതിൽക്കൽ ആദത്തു, എന്നാൽ ഈ ഒരു സ്വഭാവത്തിന്, ഈ അള്ളാഹുവിൻ്റെ ഈ നരകം, ഈ തീ ഇതൊക്കെ കത്തിക്കുന്ന സമയത്ത് അത് നമുക്ക് ചൂട് നൽകും എന്നൊക്കെ പറയുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ. ആദത്തുൻ തതഹല്ലഫ ഫീ ബിസാത്തിൽ ഹദ്റത്തി അൽ മുഷ്ബിഹത്തു ബി ഹദ്റത്തിൽ ഉഖറവിയ്യ, അള്ളാഹുവിൻ്റെ സാമീപ്യം അനുഭവിക്കുന്ന സമയത്ത് അള്ളാഹു ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, എടുത്തു മാറ്റുന്നുണ്ട്. നിങ്ങളൊന്ന് അറിയുമെന്നറിയില്ല, നമ്മൾക്കൊക്കെ അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ മഹബത്ത് വരുന്ന സമയത്ത്, അള്ളാഹുലായിട്ട് ഇങ്ങനെ ലയിച്ച് ചേരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഈ സാധനങ്ങളൊക്കെ. ആ സമയത്ത് നമുക്ക് എന്ത് വിഷമം ഉണ്ടായാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നമ്മളതൊന്നും വിഷമിപ്പിക്കൊന്നുമില്ല. എന്നാൽ പിന്നീട് നമ്മൾ മറന്നു പോകും. അന്ന് ഇങ്ങനെ ആയിരുന്നല്ലോ എന്നുള്ളത് മറന്നു. പിന്നീട് നമ്മളിങ്ങനെ എനിക്ക് ആ വിഷമം, ഇത് ഈ പ്രശ്നം അങ്ങനെ പറയും. കാരണം എന്നാൽ ചില ഘട്ടങ്ങളിൽ അള്ളാഹു ആ വിഷമം നമ്മളെ സന്തോഷിപ്പിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ പാഠം ഉൾക്കൊള്ളില്ല. അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ നിലനിൽക്കുന്ന സമയത്ത് ഈ ഒരു കാര്യത്തെ അള്ളാഹു എടുത്തു കളയും. നമുക്ക് ആ വിഷമം നമുക്ക് വിഷമിപ്പിക്കൂല. കാരണം മുസ്ബിഹത്തൻ ബി ഹദ്റത്തുൽ ഉഖറവിയ്യ, അത് ഉഖറവിയ്യായ ഒരു സാന്നിധ്യത്തിനോട് സമമായി നിൽക്കുന്നൊരു കാര്യമാണ്. ഫഹദ്ദുൽ ആദത്തു ഹയാത്തു ഫി ദുനിയ, ഈ ആദത്ത് ഈ ചിട്ടുണ്ടല്ലോ, അതായത് തീ തണുപ്പിക്കും, തണുത്ത വെള്ളം നമ്മൾ തീ ചൂടാവും, തണുത്ത വെള്ളം തണുപ്പിക്കും എന്നൊക്കെ പറഞ്ഞ ഒരു രീതി ഉണ്ടല്ലോ, അത് ദുനിയാവിൻ്റെ ജീവിതത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ളതാണ്. ഫകുല്ലമൻ മാത്ത മൗത്തൻ മൊത്താദൻ, ഏതൊരു മനുഷ്യനും അവൻ മരിക്കുന്ന സമയത്ത്, അവൻ്റെ സമയമാകുമ്പോൾ അവൻ മരിക്കുന്ന സമയത്ത്, അവൻ മൗത്തൻ നഫ്സിയൻ, അല്ലെങ്കിൽ സ്വന്തം നഫ്സിൽ നിന്ന് അവൻ മരിച്ചു കഴിഞ്ഞാൽ, മാ ബഖായി ശഖലിഹി ഫി ദുനിയ, അവൻ്റെ ശരീരം അവിടെ നിലനിൽക്കുന്നതോട് കൂടി തന്നെ സ്വന്തം നഫ്സിൽ നിന്ന് അവൻ മരിച്ചു കഴിഞ്ഞാൽ, വഹുവൽ ആരിഫ്, അവനാണ് യഥാർത്ഥത്തിൽ ആരിഫ്. അല്ലദീ വുലിദ മറത്തൈൻ, അവൻ 2 പ്രാവശ്യം ജനിക്കുന്നുണ്ട്. ഒമാത്ത ബി ദഹാബി ബശരീയത്തി, അവൻ്റെ ഒമാത്ത ബി ദഹാബുൽ ബശരീയത്തി ബിസ്തി അലാ ഹുക്കുമർ റൂഹി അലിഹ. അപ്പോൾ ഒരു ആരിഫായ മനുഷ്യൻ അവൻ്റെ നഫ്സിൽ നിന്ന് മരിക്കുന്നുണ്ട്. ആ നഫ്സിൽ നിന്ന് മരിച്ചിട്ട് അവൻ്റെ റൂഹിന് അതിൻ്റെ മുകളിൽ അധികാരം നൽകപ്പെടുന്നുണ്ട്. മാ ബക്കാ ഐനിഹ, അങ്ങനെ ബക്കായിലായി നിലനിൽക്കുന്നുണ്ട്. ഫലാ യതഖയ്യദ ബി ആദ, അങ്ങനത്തെ ഒരാൾക്ക് ഈ ഒരു ആദത്ത് നിലനിൽക്കില്ല. അങ്ങനത്തെ ഒരാൾക്ക് ഈ ഒരു അള്ളാഹുവിൻ്റെ ക്രമം നിലനിൽക്കില്ല. 2 ആളുകൾക്ക്, ഒന്ന് നോർമലായി മരിക്കുന്ന മനുഷ്യന്, ആ മനുഷ്യനും അവന് ഉഹറവിയായ ലോകത്തേക്കാണ്. അപ്പോൾ അവന് ഇങ്ങനത്തെ ക്രമങ്ങളൊന്നും അവന് ബാധിക്കൂല. അപ്പോൾ ആ ക്രമങ്ങൾ ബാധിക്കില്ല. ഇങ്ങനത്തെ ക്രമം വേണമെന്നില്ല അവനത് കൊടുക്കാനും. നമ്മൾ പറയും ഖബറിൽ എങ്ങനെയാണ് അള്ളാഹു ഇറുക്കുക എന്നൊക്കെ ചോദിക്കും. ഖബറിലാകെ ചെറിയ സ്ഥലമല്ലേ ഉള്ളൂ, എങ്ങനെ ഇറുക്കുക, എങ്ങനെയാണ് അവിടെ പാമ്പുകൾ ഉണ്ടാവുക, എങ്ങനെ വിശാലമാക്കുക, എല്ലാം കൂടി വിശാലാക്കിയാലും മൊത്തം തകർന്നു പോലെ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ദുനിയാവിൻ്റെ ജീവിതത്തിലാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത്. ഖബറിലേക്കൊക്കെ ബർസഖിലേക്ക് പ്രവേശിച്ചാൽ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ആദത്തുകൾക്കൊന്നും പ്രസക്തിയില്ല. അതായത് ഇവിടെ അള്ളാഹുവിന് ചൂടാക്കാൻ തീ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, തണുപ്പിക്കാൻ തണുത്ത വെള്ളമാണ് നിർബന്ധമൊന്നുമില്ല. അള്ളാഹ്ക്ക് എന്ത് ചെയ്യുക, തീയിനെ കൊണ്ട് തണുപ്പിക്കുക, അതുപോലെ വെള്ളത്തിനെ കൊണ്ട് ചൂടാക്കിപ്പിക്കുകയും ചെയ്യാം. അള്ളാഹുവിന് ഇതൊന്നും ഇല്ലാതെ വെറുതെയും കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ അവിടെ നടക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുപോലെ തന്നെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് സ്വന്തം നഫ്സിൻ്റെ ഇച്ഛകൾ നിന്നൊക്കെ പൂർണ്ണമായി ഇല്ലാതായി അള്ളാഹുൽ ഫനാ പ്രാപിച്ചു അള്ളാഹുവിലായി ജീവിക്കുന്ന ഒരാൾക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ അവനുണ്ടാവും. അതായത് അവനെ ഇങ്ങനത്തെ കാര്യങ്ങൾ വേണമെന്നില്ല. ഈ ആദത്തുകൾ അവന് ബാധകമാണെന്നില്ല. അവന് തീ തണുപ്പിക്കാം, ഐസും കട്ട അവനെ ചൂടാക്കിപ്പിക്കാം, ഇതൊന്നും ഇല്ലാതെ അവന് ചൂടാവാം, തണുക്കാം, ഒക്കെ ചെയ്യാം. അവന് ഈ ആദത്തുകളൊന്നും ബാധകമല്ല.
വലിദാലിക ഇത്മഅന്ന സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ഇതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഭയങ്കര തത്മഇന്നത്തുണ്ടായത്. തീൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായൊരു ശാന്തി അനുഭവപ്പെട്ടത്. ആലിമൻ ബി അന്ന മിൻഹു അന്നൽ ആദത ലിഅഹ്ലിൽ അവൈദ്. കാരണം വഅന്ന മൻ ഹറക ആദതൻ നഫ്സിഹി അഹ്തറഖത് ലഹു അവൈദ ബില്ലാഹ്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അനുഭവപ്പെട്ടൊരവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ അള്ളാഹുവിൻ്റെ ആളുകൾക്ക് അനുഭവപ്പെടുന്ന അവസ്ഥയായിരുന്നു. അവർക്ക് അള്ളാഹുലായി അവർ ലയിച്ച് ചേരുന്ന സമയത്ത് അള്ളാഹുലെ നഫ്സിൻ്റെ താല്പര്യങ്ങളിൽ നിന്ന് അള്ളാഹുലേക്ക് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും അവരെ ബാധിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ തെളിവ് വാന്ന മൻ ഹറക്ക ആദത്ത നഫ്സി, ആരെങ്കിലും സ്വന്തം നഫ്സിൻ്റെ ആദത്തുകളെ മുറിച്ച് കളഞ്ഞാൽ, അത് നഫ്സിനൊരു രീതി ഉണ്ടല്ലോ, നഫ്സിൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിനെ ഇപ്പോൾ നമ്മൾ പറയലുണ്ടല്ലോ, പുരുഷനാണെങ്കിൽ ഇങ്ങനെ, സ്ത്രീയാണെങ്കിൽ ഇങ്ങനെ, ഇന്ന വയസ്സിലാണെങ്കിൽ ഇങ്ങനെ, രാത്രിയാണെങ്കിൽ ഇങ്ങനെ, പകലാണെങ്കിൽ ഇങ്ങനെ, രഹസ്യത്തിലാണെങ്കിൽ ഇങ്ങനെ, പരസ്യത്തിലാണെങ്കിൽ ഇങ്ങനെ, ദേഷ്യം പിടിച്ചാൽ ഇങ്ങനെ, സ്നേഹിക്കുമ്പോൾ ഇങ്ങനെ, അങ്ങനെ കുറേ ആദത്തുകളുണ്ട്. ചൂടുകാലത്ത് ഇങ്ങനെ, മഴക്കാലത്ത് ഇങ്ങനെ, വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ. ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചാണ്, ഓ മഴക്കാലാണോ അപ്പം ഇങ്ങനെ, ചൂടുകാലാണോ ഇങ്ങനെ, റൂമിൻ്റെ ഉള്ളിലാണോ ഇങ്ങനെ, പുറത്താണോ ഇങ്ങനെ, ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ, ഭക്ഷണം വിശക്കുമ്പോൾ ഇങ്ങനെ, അങ്ങനെ കുറേ ആദത്തുകളുണ്ടല്ലോ ഇവിടെ. ഈ ആദത്തുകൾ ആരെങ്കിലും ബ്രേക്ക് ചെയ്താൽ, അതായത് ഒരു മനുഷ്യൻ പുരുഷനാണെന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ കുറേ ബലഹീനതകളുണ്ടാവും. ആ ബലഹീനതകൾ അവൻ തകർത്ത് കളയുന്നു. ഒരാൾ പെണ്ണാണ്, ഞാൻ പെണ്ണാണ് അപ്പം എനിക്ക് എന്തും ഞാൻ എൻ്റെ പെണ്ണത്ത് അങ്ങനെ എല്ലാത്തും കാണിക്കും, അങ്ങനെയല്ല. പെണ്ണിൻ്റെ ബലഹീനത അവൾ തകർത്ത് കളയുന്നു. ഞാൻ ഇപ്പോൾ വളരെ ചെറുപ്പക്കാരാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരിയാണ്, അപ്പോൾ എനിക്കെന്തും പറ്റും, ഞാൻ ഈ ഒരു വയസ്സിൻ്റെ പ്രശ്നമാണ്, അങ്ങനെയല്ല. ആ ആദത്തെ അവൻ മുറിച്ച് കളയാണ്. ഞാൻ എപ്പോഴും ഏറ്റവും വയസ്സായ ആളെങ്ങനെ ജീവിക്കുന്നത് അതുപോലെ ഞാൻ ജീവിക്കുക എന്നും അവൻ കാണിക്കുകയാണ്. വയസ്സൊന്നും അള്ളാഹുലേക്ക് മടങ്ങാനുള്ളൊരു മാനദണ്ഡമല്ല എന്നൊക്കെ അവന് ഈ ആദത്തുകളൊക്കെ അവൻ മുറിച്ച് കളയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ ഹറഖത് ലഹു അവൈദു ബില്ലാഹ്, അള്ളാഹു താല അള്ളാഹിൻ്റെ ആദത്തുകളും മുറിച്ച് കളയും. അള്ളാഹ്ക്ക് രീതി ഉണ്ടാവുമല്ലോ പല കാര്യങ്ങളിലും, അത് അള്ളാഹ് മുറിച്ച് കളയും. അവർക്ക് സ്പെഷ്യൽ രീതികൾ കൊടുക്കും. അപ്പോൾ അള്ളാഹിൻ്റെ രീതിയൊന്നും സാധാരണ തീ തണുപ്പിക്കുന്ന അല്ലല്ലോ, ചൂടാക്കണതാണ്. പക്ഷേ തീനെ അള്ളാഹു തണുപ്പിക്കുന്നതാക്കും. സാധാരണ കടം വന്ന ആളുകൾ കരയുകയും പ്രയാസപ്പെടുകയും ചെയ്യും. അവൻ കടം വന്നാൽ സന്തോഷം ഉണ്ടാവുക, ആയിക്കോട്ടെ സന്തോഷം. ആളുകൾ കുറ്റപ്പെടുത്തിയാൽ അവന് വിഷമം ഉണ്ടാവുക. സാധാരണ ഘട്ടത്തിൽ ഇവനത് കുറ്റപ്പെടുത്തിയ വിഷമം ഉണ്ടാവില്ല, അതിലൊക്കെ സന്തോഷവും റാഹത്തും ഫീൽ ചെയ്യണത്. പ്രയാസങ്ങളിലൊക്കെ നല്ല റാഹത്ത് വരുന്നു, സന്തോഷങ്ങളിൽ ചിലപ്പോൾ ദുഃഖം വരുന്നു. ഇങ്ങനെ സാധാരണ രീതി അള്ളാഹിൻ്റെ ക്രമങ്ങൾ അള്ളാഹ് മാറ്റും. ഇവൻ്റെ നഫ്സിൻ്റെ ക്രമങ്ങൾ മാറ്റാൻ തയ്യാറായാൽ അള്ളാഹിൻ്റെ ക്രമങ്ങൾ അള്ളാഹ് മാറ്റാൻ തയ്യാറാവും. അള്ളാഹ് നോർമലായി പ്രവർത്തിക്കുന്ന പോലെ എല്ലാം ഇവനോട് പ്രവർത്തിക്കാം, സ്പെഷ്യലായി പ്രവർത്തിക്കും. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ സംഭവിച്ചത്. ഫമാമിൻ വാഹിദിൻ ഇല്ലാ വഖദ് ഇസ്തനദ ഇലാ ആദത്തില്ല. അള്ളാഹുവിൻ്റെ ആദത്തിനെ, അള്ളാഹുവിൻ്റെ ഈ ഒരു രീതിനെ, ഈ ഒരു പ്രകൃതത്തെ, സുന്നത്തിനെ ഫോളോ ചെയ്യാത്ത ആരും തന്നെ ഇല്ല. മാഹു യത്മഇന്നു ബിഹാ ലിളഅഫിഹി, അവരുടെ ബലഹീനത കൊണ്ട് ആ ഒരു രീതിനെ ഫോളോ ചെയ്യുന്നവരാണ്. വലാമി യത്മഇന്നു ബി അസ്ബാബിൽ ആദിയത്ത്, ഈ ബാഹ്യമായ കർമ്മങ്ങളുടെ ആദത്തിനെയാണ്, അതിൻ്റെ ചിട്ടകളെയാണ് പലപ്പോഴും സാധാരണക്കാർ ഫോളോ ചെയ്യുക. എല്ലാത്തിനും നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ട്, ജോലിക്ക് പോകണം, ജോലിക്ക് പോയാലേ പൈസ ഉണ്ടാവുക, കിടന്നുറങ്ങിയാലേ ക്ഷീണം മാറുള്ളൂ, ഭക്ഷണം കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സാധാരണഗതിയിലുള്ള ഒരു ചിട്ടകളുണ്ടല്ലോ. ഈ ചിട്ടകളെയാണ് സാധാരണക്കാർ ഫോളോ ചെയ്യുക. വൽ ആരിഫു യത്മഇന്നു ബി ഹർഖിഹ, എന്നാൽ ആരിഫായ മനുഷ്യൻ ആരിഫായ മനുഷ്യൻ സന്തോഷം കണ്ടെത്തുന്ന എന്തിലാണ്? ഈ ആദത്തിനെ മുറിക്കുന്നതിലാണ്. അതായത് ആദത്ത് നിലനിർത്തുന്നതിലല്ല, ഈ സ്ഥിരം രീതികളെ എതിരായി ആവുന്നതിലാണ് ഓൻ സന്തോഷം കണ്ടെത്തുക. ഈ സ്ഥിരം രീതികൾ ഉണ്ടാവുന്നതിൽ ഓൻ സന്തോഷമല്ല. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ അറിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത്
നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സങ്കടങ്ങളും പ്രയാസങ്ങളും ഇതൊക്കെ മാറണം, എന്നിട്ട് നല്ലൊരു സന്തോഷമുള്ള ജീവിതം ഉണ്ടാവണം, അങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെയല്ല ആവേണ്ടത്. പകരം ഈ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ നിന്നോട്ടെ, എന്നിട്ട് എന്നെ ദുഃഖിപ്പിക്കരുത്. സാധാരണ അതെന്താണോ മറ്റു മനുഷ്യന്മാരിൽ ചെയ്യണത് അത് ഇന്നിൽ ഉണ്ടാവരുത്. അതിലാണ് ഒരു ആരിഫിൻ്റെ ശ്രദ്ധ. അപ്പോൾ സാധാരണക്കാരുടെ ശ്രദ്ധ എന്താ? അത് മാറ്റുന്നതിലാണ്. ഇങ്ങനൊരു കാര്യം ഉണ്ടായാൽ എനിക്ക് ഇങ്ങനെ ഉണ്ടാവും, അതുകൊണ്ട് ആ കാര്യം മാറ്റണം, ഈ കാര്യം നേടിയെടുക്കണം. അതാണ് സാധാരണക്കാരുടെ ചിന്ത. ആരിഫിൻ്റെ ചിന്ത അങ്ങനെ കാര്യം അവിടെ നിന്നോട്ടെ, ഒന്നും മാറ്റണ്ട, പക്ഷെ അതിലൂടെ എനിക്കുണ്ടാകുന്ന എഫക്റ്റ് മാറണം. അവന് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവൻ ചിന്തിക്കുന്നത്. ഇസ്തിനാദൻ ഇലാമാ അറഫഹു മിൻ റബ്ബിഹി, അവൻ അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങളെയാണ് അവൻ ബരമേൽപ്പിക്കുന്നത്. അവൻ അതിലേക്കാണ് അവൻ്റെ ശ്രദ്ധ. ഫയജിബു അലാ കുല്ലി അഹദിൻ, അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും നിർബന്ധമാണ് ഐ യതഫത്തന ഇലാ ആദത്തില്ലാഹുമാ മഅഹു, ഓരോരുത്തർക്കും അള്ളാഹു വച്ചിട്ടുള്ള ഒരു ആദത്തുണ്ട്, ഒരു രീതിയുണ്ട്. ആ രീതിനോട് അവർ ബോധവാന്മാരായിരിക്കൽ ഓരോരുത്തർക്കും നിർബന്ധം. ഒരു ശരീഅത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു ഒരു രീതി വെച്ചിട്ടുണ്ടാവും, അള്ളാഹിൻ്റെ കാര്യങ്ങൾ അവൻ നടപ്പിലാക്കുന്നത്. അത് അവനും ബോധ്യം ഉണ്ടാവണം, ഇതാണ് അള്ളാഹിൻ്റെ രീതിയെന്ന്. ത്വരീക്കത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു ഒരു രീതി വെച്ചിട്ടുണ്ടാവും, അതാണ് അവൻ്റെ രീതിയെന്ന് അവൻ ബോധ്യം ഉണ്ടാവണം. ഹക്കീക്കത്തിലും മാരിഫത്തിലേക്കും പ്രവേശിച്ചൊരു മനുഷ്യനും ബോധ്യം ഉണ്ടാവണം, ഇതാണ് അള്ളാഹിൻ്റെ രീതി എന്നോട്. ആ ബോധ്യത്തിലായിരിക്കണം അവൻ നിലനിൽക്കേണ്ടത്. ബഹൈസു യഹ്റുമു അലൈഹി യതഅദ്ദാ തൗറഹു, എത്രത്തോളം പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് അടുക്കാൻ അവൻ അനുവാദമില്ല. ഒരു സാധാരണക്കാരന് ഒരു ആരിഫിനെ പോലെ പെരുമാറാൻ പറ്റൂല. ആരിഫീങ്ങളെ കഥയൊക്കെ കേട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ആരിഫീങ്ങൾ പ്രവർത്തിക്കണ പോലൊക്കെ സാധാരണക്കാരൻ പ്രവർത്തിക്കാൻ പോയി എന്നാൽ അവൻ നശിച്ചു പോകും. കാരണം താങ്ങാൻ കഴിയില്ല. ഉദാഹരണം പറയുന്നുണ്ട് മഹാനവറുകൾ. എന്നാൽ ആരിഫ് തിരിച്ചും ചെയ്യാൻ പാടില്ല. ആരിഫി നമ്മൾ അള്ളാഹിൻ്റെ മാരിഫത്തിലൊക്കെ എത്തി ഫത്തഹായി ഞാനിപ്പോൾ അള്ളാഹിനെ കറഞ്ഞ ഒരാളാന്ന് പറഞ്ഞിട്ട് സാധാരണക്കാർ പോലെ പെരുമാറുക, എന്തോ ചെറിയ പ്രശ്നം വരുമ്പോൾ ഇതിനെ കരഞ്ഞ് പിഴിഞ്ഞ് നടക്കുക, ഇത് ആരിഫിന് ചേർന്നതല്ല. സാധാരണക്കാർ ആരിഫിനെ പോലും പെരുമാറരുത്, ആരിഫായ മനുഷ്യൻ സാധാരണക്കാരെ പോലും പെരുമാറരുത്. അപ്പോൾ ആരിഫു യുവാഹിദു തൗഹീദൻ യുനാസിബുഹു, ആരിഫ് അവനോട് ചേർന്ന രൂപത്തിലുള്ള തൗഹീദിനെയാണ് അവൻ മുറുകെ പിടിക്കുന്നത്. വലാ യൻജലു ഇലാ തൗഹീദുൽ ആമ്മ, ഒരു ആരിഫിനൊരിക്കലും സാധാരണക്കാരൻ്റെ തൗഹീദിലേക്ക് ഇറങ്ങി വരാൻ പാടില്ല. അപ്പം നമ്മൾ പറയാം ഞാനിപ്പോൾ അള്ളാഹിനെ അറിഞ്ഞു ഒക്കെ മുന്നോട്ട് പോയി, ഇപ്പം എനിക്ക് അപ്പോൾ നമ്മൾ അള്ളാഹിനെ അറിയുന്നതിന് മുമ്പ് നമ്മളെന്താ അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കുക. ആ അവസ്ഥയിലേക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമുക്ക് അള്ളാഹു തന്ന ഫضലിനെ നമ്മൾ മറന്നു പോവുകയാണ്. അങ്ങനെ ഒരിക്കലും അത് നമുക്ക് യോജിച്ചതല്ല. അള്ളാഹു നമുക്കൊരു ഫضല് തന്നിട്ടുണ്ട്, ആ ഫضലിലേക്ക് കയറി നിന്നിട്ടായിരിക്കണം എപ്പോഴും നമ്മൾ നിലനിൽക്കേണ്ടത്. നമുക്ക് താഴേക്ക് ഇറങ്ങി വരാനുള്ള ഓപ്ഷനില്ല, മുന്നോട്ട് പോലല്ലേ ഓപ്ഷനുള്ളൂ. അള്ളാഹു മുന്നോട്ടൊരു സ്റ്റെപ്പ് തന്നാൽ ആ മുന്നോട്ട് വെക്കുന്ന സ്റ്റെപ്പേ പറ്റൂ. ബാക്കോട്ട് സ്റ്റെപ്പ് വെക്കാൻ നമുക്ക് ഓപ്ഷനില്ല, ബാക്കിലെ ഡോറൊക്കെ അടഞ്ഞുപോയി. യത്തഖിലു അലാമ അറഫഹു മിൻ ഫദ്ലി റബ്ബിഹി, അപ്പോൾ അള്ളാഹു താല അള്ളാഹിൻ്റെ ഫദ്ല് കൊണ്ട് നിങ്ങൾക്ക് തന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ തവക്കുലാക്കേണ്ടത്. ബിലാ റുയത്ത് സബബിഹി, നിങ്ങൾ അതിൻ്റെ കാരണങ്ങളിലേക്കല്ല നോക്കേണ്ടത്. അള്ളാഹു നിങ്ങൾക്ക് തന്നല്ലോ, അള്ളാഹിൻ്റെ ഫദ്ല് കൊണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നു, അനുഭവിപ്പിച്ചു, നിങ്ങൾ അതിലേക്കാണ് നോക്കേണ്ടത്. അല്ലാതെ ഈ കാരണങ്ങൾ എനിക്ക് അത് വേണം, എനിക്കിത് വേണം, അത് കിട്ടില്ല, അത് വേണം, അങ്ങനെയൊന്നും വിചാരിച്ച് നടക്കരുത്. അത് ആ സബബിലേക്ക് നോക്കുക എന്നുള്ളത് നിങ്ങൾക്ക് യോജിച്ച കാര്യമല്ല, അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം വുജൂദൻ വാദമൻ അല ഹദ്ദിസവ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കലും ഇല്ലാതാവലും നിങ്ങൾക്ക് ഒരേപോലെ ആയിരിക്കണം. ഇപ്പോൾ ഒരു കാര്യം നടക്കാൻ ഉദാഹരണം പറയാം, നിങ്ങൾക്ക് വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കലും ഭക്ഷണം കഴിക്കാതിരിക്കലും നിങ്ങൾക്ക് ഒരുപോലെ ആയിരിക്കണം. അള്ളാഹു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞുകൊണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവുള്ളൂ. ഭക്ഷണം കൊണ്ടാണ് വിശപ്പ് മാറുന്നത് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ആ സബബിലേക്ക് മടങ്ങരുത്. അള്ളാഹു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, അത്രേ ഉള്ളൂ. കാരണം നിങ്ങൾ ആ സബബിനെ കാണാൻ പാടില്ല. അതുപോലെ നമ്മൾ കടം മാറാൻ അറിയുന്നത്, നമ്മളെ ഉപദ്രവിക്കുന്ന ഒരാളും ആ ഉപദ്രവം നമ്മളുടെ അടുത്ത് നിന്ന് ഇല്ലാണ്ടാവണമെന്ന് വിചാരിക്കുന്നത്, ഇതൊക്കെ ആ സബബിലേക്ക് നിങ്ങൾ നോക്കരുത്.
നിങ്ങൾ നോക്കേണ്ടത് അള്ളാഹിൻ്റെ ഫضൽ കൊണ്ട് നിങ്ങൾക്ക് തന്ന ഒരു മാരിഫത്ത് ഉണ്ടല്ലോ, ആ മാരിഫത്തിൻ്റെ കണ്ണിനോട് നോക്കണം. ഈ സബബുകളെ സംബന്ധിച്ചിടത്തോളം, ഈ കാരണങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുള്ളതും ഇല്ലാതിരിക്കുന്നതും നിങ്ങൾക്ക് സമാണ്. വൈന്നമായ തസബബ, നിങ്ങൾ ആ ഒരു സബബിനെ, ആ ഒരു കാരണത്തെ നിങ്ങൾ എന്തിനാണ് സ്വീകരിക്കുന്നത്? തഅറുദൻ ലി ഹിക്മത്തി റബ്ബിഹി, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഹിക്മത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. തഅതിയത്തി അസ്റാരിഹി, അവൻ്റെ രഹസ്യങ്ങൾ അവൻ മറച്ചു വെച്ചതിനെ, ബിസിജാഫി വസായിത്തിൽ അസ്ബാബ്, അതായത് ഈ കാരണങ്ങളുടെ പിന്നിലായി അള്ളാഹു വെച്ചിട്ടുള്ള ഒരുപാട് ഹിക്മത്തുകളുണ്ട്. ആ ഹിക്മത്തുകൾ, അതിൻ്റെ പിന്നിലായി അള്ളാഹു വെച്ച രഹസ്യങ്ങൾ, ഹിക്മത്തുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കാരണങ്ങൾ തേടുന്നത്, നിങ്ങൾ ഭക്ഷണത്തൊക്കെ തേടുന്നത്, നിങ്ങൾ കല്യാണം കഴിക്കുന്നത്, കുട്ടികളുണ്ടാവുന്നത്, ജോലിക്ക് പോകുന്നത്, പിന്നെ ഇങ്ങനത്തെ എല്ലാ വീടുണ്ടാക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഈ കാരണങ്ങളെ പിന്നാലെ നിങ്ങൾ പോകുന്നത്, ഒരു ആരിഫായ മനുഷ്യൻ കാരണങ്ങളെ പിന്നാലെ പോകുന്നത്, ആ കാരണത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ച ഒരുപാട് രഹസ്യങ്ങളും അസ്റാറുകളും പിന്നെ ഹക്കീക്കത്തിൽ യാഥാർത്ഥ്യങ്ങളും ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആ കാരണം കിട്ടിയാലേ എനിക്ക് ഇതൊക്കെ നടക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടല്ല. അള്ളാഹ് ആ കാരണത്തിലൂടെ ഒരുപാട് അള്ളാഹിൻ്റെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പെണ്ണ് കല്യാണം കഴിക്കണം, അങ്ങ് ആരിഫായ പെണ്ണാണ് അവർ കല്യാണം കഴിക്കുന്നത്, പുരുഷൻ കല്യാണം കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, കിടന്നുറങ്ങുന്നത്, ആ ഉറക്കത്തിലൂടെ, കല്യാണത്തിലൂടെ, മക്കളിലൂടെ, അല്ലെങ്കിൽ അവരൊരു ജോലിക്ക് പോകേണ്ട ജോലിയിലൂടെ ഒക്കെ അള്ളാഹു ഒരുപാട് രഹസ്യങ്ങൾ വെച്ചിട്ടുണ്ട്. ആ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ ചികന്ന് അന്വേഷിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എന്ത് ചെയ്യാനല്ല, അത് കിട്ടിയാലേ ഇതൊക്കെ നടക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടല്ല. അള്ളാഹുവിന് ഭക്ഷണമൊന്നും തരാതെയും വിശപ്പകറ്റാം, ഒരു പ്രയാസമില്ല. കല്യാണം കഴിക്കാതെയും പിന്നെ കല്യാണം കഴിക്കുന്ന അവസ്ഥകളൊക്കെ അവർക്ക് അള്ളാഹു നൽകാം. അള്ളാഹുവിന് ഇതൊന്നും പ്രയാസമുള്ള കാര്യമല്ല. വയംഫിഖു മാലഹു കുല്ലുഹു ഫീ നഫ്സിൻ വാഹിദിൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു നിമിഷം തന്നെ അവൻ്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിക്കാൻ അവൻ തയ്യാറാണ്. കാരണം ഈ സമ്പത്ത് കൊണ്ടൊന്നും അവനൊന്നും കിട്ടൂല എന്ന് അവനറിയാം. സമ്പത്തല്ല അവനൊന്നും നൽകുന്നത്, അള്ളയാണ്. ഈ സമ്പത്തിലൂടെ ഒന്നും അവന് നേടാനില്ല, അങ്ങ് പിടിച്ചു കൂട്ടി വെക്കുന്ന ഒരവസ്ഥയിലൊന്നല്ല അവനുണ്ടാവുക. എന്നാൽ ആ സമ്പത്തിനെ പിന്നെ ഇപ്പം നമ്മളെ ഷെയ്ഖിലും നമ്മളുടെ ഇഖ്വാനികൾക്കും അയൽവാസികൾക്കും കുടുംബക്കാർക്കും ആവശ്യമുള്ളവർക്കും നമ്മളെ ബന്ധുമിത്രാർത്ഥികൾക്കൊക്കെ കൊടുക്കുന്നതിനൊരു ക്രമം ശരീഅത്ത് വെച്ചിട്ടുണ്ട്. ആ ക്രമം നമ്മൾ ഫോളോ ചെയ്യുന്നത് അള്ളാഹു ആ ക്രമം വെച്ചതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ആ രഹസ്യങ്ങൾ കിട്ടാനാണ്. അല്ലാതെ നമുക്ക് ഈ സമ്പത്തിങ്ങനെ പിടിച്ചു കൂട്ടി വെച്ചിട്ട് എന്തോ കാര്യമുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹു ഒരു നിമിഷം എല്ലാം കൊടുക്കണമെന്ന് അള്ളാഹു നമ്മൾ ഡിമാൻഡ് ചെയ്താൽ കൊടുക്കണ്ട, വേറെ ഓപ്ഷനില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാവും? അള്ളാഹിൻ്റെ ഖലീഫ നമ്മോട് പറയാം സമ്പത്ത് മുഴുവൻ തരണമെന്ന്, കൊടുക്കണ്ട, വേറെ ഓപ്ഷനില്ല. നമുക്ക് വേണ്ട പൈസ, കാരണം ഈ പൈസ ഉണ്ടായിട്ടല്ല അതൊന്നും നടക്കൽ. അതേസമയം ഒരങ്ങനെ പറയൂല. ഒരു പറയും നിങ്ങൾ ഭാര്യക്ക് ചിലവാക്കണം, മക്കൾക്ക് ചിലവഴിക്കണം, നിങ്ങളുടെ വീടും ചിലവഴിക്കണം, അത് ചെയ്യണം എന്നൊക്കെ പറയും. ആ ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യാം. എന്നിട്ട് ഇത് ചെയ്താൽ മതി, ഇത്ര തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ എത്രയാണോ അവർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് അത് മാത്രം കൊടുക്കുക. അപ്പം ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമ്പത്തിലേക്ക് അവർ നോട്ടല്ല. അവരൊരു നിമിഷം അത് എല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരെല്ലാം കൊടുക്കാൻ തയ്യാറാവും. എത്തിമാദന അല മാ അവദ്ദല്ലാഹു ലഹു മിൻ അസ്റാറിൽ യഖീൻ, അവർ ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് യഖീനിൻ്റെ, അവർക്ക് അള്ളാഹുള്ള ഉറപ്പിൻ്റെ ആ മാരിഫത്തിൻ്റെ തോതിന് ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. അവർക്ക് അള്ളാഹനല്ലാതെ ഒന്നിനും പ്രവർത്തിക്കുന്നവനായിട്ടും അള്ളാഹുനല്ലാതെ കാരണങ്ങളില്ലാതെ ഇതിലൂടെ ഒക്കെ പൊളിവാകുന്ന അള്ളല്ലാതായിട്ട് ഒരു കാണുന്നില്ല. എന്നാൽ വല്ല ആമിയു സാധാരണക്കാർ ഈ യതജബ്മദു അല അസ്ബാബിൽ ആദിയത്ത്, അവർ ഈ ബാഹ്യമായ സബബുകളുമായി കാരണങ്ങളുമായി ബന്ധിച്ച് നിൽക്കുന്നവരാണ്. ബിഹൈസു യറാ ഹയാത്തുഹു ഫിഹ, അവർ വിചാരിക്കുന്ന ജീവിതം തന്നെ എൻ്റെ മുകളിലാണെന്ന്. നമ്മൾ പറയല്ലോ, നിങ്ങൾ കുറേ അള്ളാഹുവും ദിക്റുമായിട്ട് മാത്രം ഇരുന്നാൽ പോരാ, നമ്മൾ ജീവിതം നടക്കുമോ, ജോലി ചെയ്യണ്ടേ, കല്യാണം കഴിക്കണ്ടേ, അത് വേണ്ടേ, ഇത് വീട് വേണ്ടേ, ബാങ്ക് ബാലൻസ് വേണ്ടേ, അങ്ങനെ കുറേ കാരണങ്ങളുണ്ടല്ലോ. അത് ശരി തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലാണ് അവർ ജീവിക്കുന്നത്. അത് ചെയ്തിട്ടേ ബാക്കിയുള്ളൂ. കാരണം ഇതൊക്കെ ചെയ്തിട്ട് തവക്കുൽ ചെയ്യുക, അതേ അവർക്ക് മനസ്സിലാവുള്ളൂ. കാരണം അവർ ജീവിക്കുന്നതിൻ്റെ മുകളിലാണ്. ബിശരിയാനി ഫി അലി റബ്ബിഹി, അവർ കരുതുന്നത് അതിൻ്റെ കൂടെയാണല്ലോ പ്രവർത്തിക്കുന്നതെന്നാണ്.
ഒരു ശരീരത്തെ ഒരാൾ വന്നിട്ട് നമ്മോട് പറയാണ്, നിങ്ങൾ ജോലിക്ക് പോകണം. എന്നിട്ട് നമ്മളോട് എന്താ പറയുക? ജോലിക്ക് പോകണം. അതെ, ജോലിക്ക് പോയാൽ എന്താ സംഭവിക്കുക? ആ ജോലിയിലൂടെ നിങ്ങൾക്ക് വരുമാനം നൽകുന്നതും അള്ളാഹു ആണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ജോലിക്ക് പോയിട്ട് അള്ളാഹുടെ അടുക്കത്ത് തരണം. അങ്ങനെയാ ചെയ്യേണ്ടത്. അല്ലാതെ വീട്ടിൽ ഇരുന്നിട്ട് അള്ളാഹു ആണ് തരുന്നത് മനസ്സിലാക്കലല്ല എന്ന് പറയും. എന്നാൽ അള്ളാഹിനെ അറിഞ്ഞ ആളും ജോലിക്ക് പോകില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. അള്ളാഹുവിനെ അറിയുന്ന ആളും ജോലിക്ക് പോവും. പക്ഷേ ആ ജോലിക്ക് പോണത് അവന് ജോലി ഉണ്ടെങ്കിലേ അവൻ്റെ ഉപജീവനം നടക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടല്ല. പകരം ആ ജോലി തേടുന്നതിലൂടെ അള്ളാഹു ഒരുപാട് രഹസ്യങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ട്. ആ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അള്ളാഹുലായിട്ട് അതിലൂടെയൊക്കെ യാത്ര ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതിനാണ് അവൻ പോണത്. എന്നാൽ സാധാരണക്കാരതിന് പോണത് അതിലൂടെ അങ്ങനെ ആത്മീയമായി യാത്ര ചെയ്യാനൊന്നല്ല. അതിലൂടെ അള്ളയാണ് പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജോലിയിലൂടെ റിസ്ക് തരുന്നത് അള്ളയാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ഇരുന്നാൽ റിസ്ക് കിട്ടൂല, ജോലിയിലൂടെ റിസ്ക് കിട്ടുള്ളൂ. ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ആരിഫായ മനുഷ്യനോട് അള്ള വെറുതെ നിൽക്കാൻ പറഞ്ഞാൽ വെറുതെ തന്നെ. ഓന് ജോലി വേണ്ടെന്നാണ് അവൻ്റെ വിചാരം. കാരണം ജോലി ഇല്ലെങ്കിലും അള്ളാഹു പോറ്റാൻ അള്ളാഹുവിന് പറ്റും. അള്ളാഹുവിനതും പ്രയാസമുണ്ടെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ ജോലി തേടാൻ അള്ളാഹുവും അള്ളാഹിൻ്റെ ഖലീഫയും പറഞ്ഞതുകൊണ്ട് ജോലിക്ക് പോകുന്നു. മാത്രമല്ല അതിലൂടെ അള്ളാഹുവിൻ്റെ രഹസ്യങ്ങൾ, അള്ളാഹു വെച്ചിട്ടുള്ള രഹസ്യങ്ങളും അനുഭവങ്ങളും ഒക്കെ അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കരുതുന്നത് ഈ സബബുകളിലൂടെ, ഈ കാരണങ്ങളിലൂടെ മാത്രമേ അള്ള പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ആ കാരണങ്ങളെ ബന്ധിക്കൽ നിർബന്ധമാണ്. വന്നഹു ഇല്ലം യതസബ്ബബ് യതബത്തുൽ അംറുഹു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സബബുകളുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഈ കാരണങ്ങളുമായി അവർ നിലനിന്നിട്ടില്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായിപ്പോവും. അവർക്കൊന്നും നടക്കില്ല. ജോലി ചെയ്തിട്ടില്ലെങ്കിൽ, വീടുണ്ടാക്കിയിട്ടില്ലെങ്കിൽ, കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ, ഇതൊന്നും ഇല്ലെങ്കിലും അവർക്കൊന്നും നടക്കില്ല. ഇസ്തിനാദൻ ഇലാ ആദത്തില്ലാഹി മാഹു. അള്ളാഹു അവർക്ക് വെച്ചിട്ടുള്ള ഈ ഒരു ആദത്തിനെ, ഈ രീതിനെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഇതാണ് അവരുടെ രീതി. വഹിദ് തൗഹീദുൽ ആമത്തി. പിന്നെ പൊതുവായ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, ആമായ ആളുകൾ, അവരുടെ തൗഹീദിനനുസരിച്ചാണ് നീങ്ങുന്നത്. ഇസ്തിലാലി അലല്ലാഹി ബിവുജൂദിൽ മഫ്ഊൽ. എന്താ അവരുടെ തൗഹീദ്? ഈ സബബുകളിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിലൂടെ പ്രവർത്തിക്കുന്നത് അള്ളയാണ് എന്ന് മനസ്സിലാക്കലാണ്. അതാണ് അവരുടെ തൗഹീദ്. അല്ലാതെ പിന്നെ ഈ സബബുകളൊന്നും ആവശ്യമില്ല അള്ളാഹ്ക്ക് എന്നുള്ള അതിലേക്കല്ല പോവുക. ഈ സബബുകളിലൂടെ പ്രവർത്തിക്കുന്ന അള്ളയാണെന്നേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ലിഅന്നൽ മഫ്ഊല യൽതസിമുൽ ഫാഇൽ. ഈ കാരണം ഈ പ്രവർത്തിക്കപ്പെട്ട സാധനത്തിനൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളുണ്ടാവണമല്ലോ. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ജോലിയിലൂടെ നമുക്ക് റിസ്ക് കിട്ടിയാൽ, നമുക്ക് ഉപജീവന മാർഗം നമുക്ക് കിട്ടിയാൽ, പൈസ കിട്ടിയാൽ അതിലൂടെ പ്രവർത്തിച്ച അള്ളയാണ്. അതിലൊരു ഫായിൽ ഉണ്ടാവും. ഇതാണ് സാധാരണക്കാരിൽ നല്ലവരായ ആളുകളുടെ തൗഹീദ്. ഖത്അൻ അഖലിയൻ. അവർ ചിന്ത കൊണ്ട് അവർക്ക് മനസ്സിലാവുന്ന ഈ കാര്യമാണ്. ഫലാ മഹീദ ലഹു അൻ ദലീലിഹി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ ദലീലിൻ്റെ പുറത്തേക്ക് അവർക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റൂല. കാരണങ്ങളും തെളിവുകളും ഇതൊക്കെയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. വൈന്ന വഹദ തൗഹീദുൽ ആരിഫീൻ. ഇനി അവർ ഈ സാധാരണക്കാരെന്ത് ചെയ്യുന്നു? ഈ സാധാരണക്കാരെ ഈ തൗഹീദിൽ നിങ്ങൾക്ക് തന്നെ വേണ്ടത്. അള്ളാഹിനെ അറിയാത്തവർ അവരെന്താ ചെയ്യേണ്ടത്? ഈ സബബുകളുമായി ബന്ധപ്പെടണം. എന്നിട്ട് സബബുകളിലൂടെ അള്ളാഹിൻ്റെ പ്രവർത്തനത്തെ കാണണം. എന്നാൽ സബബുകളിലൂടെ അള്ളാഹിൻ്റെ പ്രവർത്തനത്തെ കാണാതിരിക്കുന്നൊരവസ്ഥ ഉണ്ട്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആ സാധാരണക്കാർക്ക് ഉണ്ടാകാൻ പാടില്ല. ഇതിലൂടെയൊക്കെ പ്രവർത്തിക്കുന്ന അള്ളാഹെന്ന് ഓനും ബോധ്യം വേണം. അപ്പോൾ സാധാരണക്കാർ ഈ സബബുകളെ കാരണങ്ങളുമായി ബന്ധപ്പെടുകയും അതിലൂടെ പ്രവർത്തിക്കുന്ന അള്ളാഹെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ പോവുകയാണ് വേണ്ടത്. അതേസമയം ആ സാധാരണക്കാരൻ ഇങ്ങനെ ആരിഫീങ്ങളുടെ ചരിത്രമൊക്കെ ഇങ്ങനെ കേട്ടു, വലിയ വലിയ ഔലിയാക്കന്മാർ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു. അപ്പോൾ മൂപ്പരെന്ത് ചെയ്തു? എനിക്ക് ഔലിയാക്കന്മാരെ പോലെ ആവണമെന്ന് വിചാരിച്ചു. ആ മഹാന്മാർ ചെയ്യണ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആരിഫീങ്ങൾ ചെയ്യണ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. വൈൻ വഹദ തൗഹീദുൽ ആരിഫീൻ. അദ്ദേഹം ആരിഫീങ്ങളെ തൗഹീദിനെ സ്വീകരിച്ചു. ആരിഫീങ്ങളുടെ തൗഹീദ് എന്താ? അല്ലാതെ അവിടെ ഒന്നുമില്ല, എല്ലാത്തിലൂടെയും വെളിവാകുന്ന അള്ളയാണ്. അള്ളാഹ്ക്ക് ഒരു കാരണം ആവശ്യമില്ല ഒരു കാര്യം പ്രവർത്തിക്കാൻ. ഇതാണ് അള്ളാഹിൻ്റെ ആരിഫീങ്ങളെ തൗഹീദ്. അതിലേക്ക് അവൻ പോയാൽ അലഹദാനിൽ ഹക്ക്, അവൻ ഹക്കിൽ നിന്ന് അവൻ വ്യതിചലിച്ചു പോകും. കാരണം അതിലേക്ക് എത്താൻ അവനായിട്ടില്ല. അതുകൊണ്ട് ലിഅന്നഹു ലാ യുനാസിബുഹു, കാരണം അതവനും ചേർന്നതല്ല. വകുല്ലു ദാബത്തിൻ യഹ്മുൽ ഹിംലുഹ, കാരണം ഏതൊരു മൃഗത്തിനും അവന് താങ്ങാൻ പറ്റുന്നൊരു ഭാരമുണ്ട്, അതേ അവൻ താങ്ങാവും.
കുവ്വത്തൻ വലാഫൻ, അതിന് ചിലത് നല്ല ശക്തിയുള്ളതുണ്ടാവും, ചിലത് ലൈഫായതുണ്ടാവും, ബലഹീനമായിട്ടുള്ളതുണ്ടാവും. അപ്പോൾ എന്താണോ അവന് താങ്ങാൻ പറ്റുന്നത് അതേ ചെയ്യാവും. ഫൈൻ തകല്ലഫൽ ഹിമാറു ഹിംല ജമലിൻ, ഒരു കഴുത ഒരു ഒട്ടകത്തിന് ചുമക്കാൻ പറ്റുന്നതാണ് ചുമക്കുന്നതെങ്കിലോ തക്സിറു യതബത്തൽ, അത് അതിൻ്റെ കാലും കൈയൊക്കെ ഒടിഞ്ഞ് അവിടെ വീണുപോകും. കഴുതൻ്റെ മുകളിൽ ഒട്ടകത്തിന് ഒക്കെ ചുമക്കാൻ പറ്റുന്ന സാധനം കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അവിടെ വീണുപോകും. വൽ ജമലു ഇൻ ഹമല ഹിംല ഹിമാറിൻ മസലൻ, അതുപോലെ തന്നെയാണ് ഒരു ഒട്ടകവും. ഒട്ടകത്തിന് പിന്നെ ഒരു കൈതക്ക് ചുമക്കാൻ പറ്റുന്ന ഭാര്യ കൊടുത്തുള്ളൂ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിലോ ലായത്തുള്ളവർ അതിനൊരു അറിയ പോലും ഇല്ല, ഒരു വെയിറ്റ്, അതിനൊരു ഉപദ്രവം ഉണ്ടാക്കൂല. ലാക്കിൻ തറക്ക തവക്കഹു വഹുവ മുഫരിത്തുൻ, പക്ഷെ അവൻ താങ്ങാൻ പറ്റുന്നത് താങ്ങിയിട്ടില്ല, അതുകൊണ്ട് അവൻ അതിൽ വീഴ്ച വരുത്തി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സാധാരണക്കാരനായ ഒരാൾ ആരിഫീങ്ങളെ തൗഹീദ് പോലെ ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ തൗഹീദ് പോലെ അല്ല നിൽക്കേണ്ടത്. അതായത് എല്ലാം ഞാൻ അള്ളാഹോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാം അള്ളാഹ്ക്ക് അറിയാം, അള്ളാഹുവിനാണ് ഇവിടെയാണ് പോകുന്നത്, ഞാനത് ചോദിക്കുന്നതിന് അള്ളാഹിനോട് പറഞ്ഞിട്ടാണ് എന്നുള്ളൊരു അവസ്ഥയിലാണ് ആരിഫ് നിർബന്ധമായി നിൽക്കേണ്ടത്. എന്നാൽ ആരിഫില്ലാത്തൊരു മനുഷ്യന് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാം, കുഴപ്പമില്ല. അപ്പോൾ ഒരു ആരിഫായ മനുഷ്യൻ, ആരിഫല്ലാത്തൊരു മനുഷ്യൻ ആരിഫിനോട് പെരുമാറുകയാണ്, ആരിഫിനെ പോലെ പെരുമാറുകയാണെങ്കിലോ അവൻ അള്ളാഹിനെ അറിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ഓൻ ആരിഫീങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെയാണ്. അത് അവനെ തകർത്ത് കളിയും. കുറച്ച് കഴിഞ്ഞാൽ അവനിത് കൊണ്ടെടുക്കാൻ ഭയങ്കര പ്രയാസവും. അപ്പോൾ സാധാരണക്കാർ ചെയ്യുന്ന പോലെ അവൻ ചെയ്താൽ മതി. ആരിഫ് സാധാരണ പോലെ നിൽക്കുകയാണെങ്കിലും അതും പറ്റൂല. അള്ളാഹിനെ അറിഞ്ഞൊരു മനുഷ്യൻ സാധാരണക്കാരെങ്ങനെയാണോ ഇതാക്കുന്നത്, ചെറിയ ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് അല്ലോ ആ പ്രശ്നം ഈ പ്രശ്നം എങ്ങനെയെങ്കിലും അത് സോൾവ് ആയി കിട്ടിയാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും അതൊന്ന് എന്തെങ്കിലും ഉണ്ടോ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുകയാണ്. അത് ആരിഫിന് ചേർന്നതല്ല. കാരണം ഏതുപോലെയാണ് അവന് അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തിന് അവന് പിന്നെ അതിൽ വീഴ്ച വരുത്തി അതിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഇതാണ്. അള്ളാഹു അവനൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്, ആ കഴിവ് അവൻ പരിഗണിക്കുന്നില്ല, അതിലേക്ക് അവൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ആരിഫായ മനുഷ്യന് അള്ളാഹ് ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഒരു കൈതനെ പോലെ ആവാം, ഒരു സാധാരണക്കാർ പോലെ ആവാം, അല്ലെങ്കിൽ ഒട്ടകത്തെ പോലെ ആവാം. ഒട്ടകമായി എന്ന് കരുതിയിട്ട് ഒട്ടകത്തിനെ പോലെ എപ്പോഴും എന്ത് ചെയ്യണം എന്നില്ല, പെരുമാറണം എന്നില്ല. അള്ളാഹിനെ അറിഞ്ഞു എന്ന് കരുതിയിട്ട് അള്ളാഹിൻ്റെ ആരിഫിനെ പോലെ അദ്ദേഹം എപ്പോഴും പെരുമാറണമെന്നൊന്നുമില്ല. അവൻ താഴെ പോയേക്കാം, താഴെ പോയാൽ അവന് നന്ദികേടാണ് കാണിക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അവന് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. സാധാരണക്കാർക്ക് ഒരിക്കലും മുന്നോട്ട് കയറി നിൽക്കാൻ അള്ളാഹു അതിന് അനുമതി കൊടുക്കാതെ നിൽക്കുകയും ചെയ്യരുത്. വയംഫിക്കുൽ ആമിയു ബി ഹസമിമാ ഇൻദുഹു മിനൽ മാൽ, അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾ ചെലവഴിക്കേണ്ടത് അവൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ്. ഇപ്പോൾ ആരിഫായ മനുഷ്യൻ ചിലപ്പോൾ അള്ളാഹു അവനോട് കൽപ്പിച്ചാൽ അവന് എല്ലാം കൊടുക്കാൻ തയ്യാറാവും, ഒന്നും അവനാവശ്യമില്ല എന്നുള്ള രൂപത്തിലായിരിക്കും. സാധാരണക്കാർ അങ്ങനെ എല്ലാം കൊടുക്കുകയൊന്നും ചെയ്യരുത്. അവൻ്റെ ഭാര്യൻ്റെയും മക്കളെയും ചെലവിനൊക്കെ കഴിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളത് എത്രയാണോ അത്ര കൊടുത്താൽ മതി. കാരണം അവന് മറ്റേ രൂപത്തിൽ പെരുമാറാൻ കഴിയില്ല. ലാമിനൽ യക്കീൻ, അവന് ഉറപ്പുണ്ടാവില്ല ഈ വിഷയത്തിൽ. അന്നഹു ലാ യക്കീനൽ ഹോ, കാരണം അവർക്ക് ഈമാനിൽ ഒരു ഉറപ്പൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ ഇതെന്താ അപ്പം അള്ള അങ്ങനെ പ്രവർത്തിച്ചാൽ ചിന്തിച്ചു പോകര്. അപ്പോൾ ആരിഫ് യുംഫിഖു ബി ഹസബി മാ ഇൻദഹു മിനൽ യക്കീൻ, കാരണം ആരിഫായ മനുഷ്യൻ പ്രവർത്തിക്കുന്നത് അവൻ്റെ ഉള്ളിൽ ഉറപ്പുണ്ടായതുകൊണ്ടാണ്. അവന് ഈ പമ്പത്തില്ലെങ്കിൽ അള്ളാൻ്റെ പോറ്റെന്നുള്ള ഉറപ്പുണ്ട്, അതുകൊണ്ട് അവന് കൊടുക്കാൻ പറ്റും. അതേസമയം കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നല്ല, അവനെ കൊടുക്കുന്നൊരു മനസ്ഥിതിയിലായിരിക്കും. കാരണം അവനോടും ശരീഅത്ത് കൽപ്പിക്കുന്നുണ്ട് ഈ രൂപത്തിൽ പ്രവർത്തിച്ചാൽ മതി. അവൻ ആ ശരീഅത്ത് കൽപ്പനകൾക്ക് അനുസൃതമായി നിൽക്കുന്നത് അതിലൂടെയുള്ള ആത്മീയമായ രഹസ്യങ്ങൾ അവൻ അനുഭവിക്കണം എന്ന് വിചാരിച്ചിട്ട്, അല്ലാതെ അതിനോട് അറ്റാച്ച്ഡ് ആയതുകൊണ്ടല്ല. ഫഫ്ഹം, അതുകൊണ്ട് ഇത് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. വസാറത്തുന്നാറോ ഹുജ്ജത്തൻ അലാ നമ്രൂദ്, അങ്ങനെ ഈ ഒരു തീ നമ്രൂദിനെതിരെ ഒരു തെളിവായി മാറി. ഹുജ്ജത്ത് ഇബ്രാഹിം അലൈഹി സ്വലാം, അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അനുകൂലമായൊരു തെളിവായിട്ട് മാറി. ഫലമ്മ വസല സയ്യിദിന മുഹമ്മദിൻ, അപ്പോൾ ഈ സംഭവമൊക്കെ എന്തിനാണ് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞതാ. എന്തിന്? ജിബ്രീൽ അലൈഹി സ്വലാം പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഇബ്രാഹിം നബിയെ എന്താ എന്തെങ്കിലും സഹായം ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചില്ലേ? അത് റസൂലുള്ളാഹിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹിങ്ങൾ കരുതിയെന്നു തിരിച്ച് പകരം എന്തെങ്കിലും കൊടുക്കണമെന്ന്. ഫലമ്മ വസല സയ്യിദിന മുഹമ്മദിൻ ജൗഹറത്തുൽ വുജൂദ്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ചത്തിൻ്റെ രത്നമായ റസൂലുള്ളാഹിങ്ങൾ പിന്നെ ഇലാ ഹദ്ദിൽ അർവാഹ്, അതായത് സൃഷ്ടികളുടെ റൂഹുകളുടെ ഒരു പരിധി ഉണ്ടല്ലോ, ആ പരിധിയിലെത്തിയപ്പോൾ ഇസ്രാൻ്റെ രാത്രിയിൽ തഖദ്ദമാമ ജിബ്രീൽ അലൈഹി സ്വലാം റസൂലുള്ളാഹി കൊണ്ട് മുന്നോട്ട് പോയിക്കോളി, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തഖല്ലഫ ജിബ്രീൽ അലൈഹി സ്വലാം ബാക്കിൽ നിന്നു. ഫഖാല, ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഹാദാ ഹദ്ദു മഖ്ലൂഖാതി മിനൽ അർവാഹ്, സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട എല്ലാ അർവാഹുകളുടെയും പിന്നെ പരിധി ഇവിടെയാണ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ആർക്കും പോകാൻ പറ്റില്ല. യാനി മിൻ ആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത ഒരാൾക്കും ഈ ഒരു പോയിന്റിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വമ്മാ ഹുവ ഫമുംതദ്ദത് റൂഹുഹു ഇലാ ഖാബ ഖൗസൈൻ, എന്നാൽ റസൂലുള്ളാഹിങ്ങളുടെ റൂഹ് ഖാബ ഖൗസൈൻ വരെ പോകാൻ വലിപ്പമുള്ളതാണ്, എന്നാലും ബാക്കിയുള്ള റൂഹ് ഇവിടെ വരെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അതായത് ജിബ്രീൽ അലൈഹി സ്വലാമിനോട് പറഞ്ഞു, അലക ഹാജത്ത് യാ ജിബ്രീൽ, ജിബ്രീൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടോ, ഒരു ആവശ്യമുണ്ടോ, നിങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യം പറയാനുണ്ടോ? ഞാനിപ്പോൾ അള്ളാഹിൻ്റെ അടുക്കൽ പോവാണല്ലോ, അപ്പോൾ അള്ളാഹിനോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ടോ? മുക്കാഫഅതൻ അലാ ഫിഅലി മാ ഇബ്രാഹിം അലൈഹി സ്വലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ജിബ്രീൽ അലൈഹി സ്വലാം എന്ന് ചോദിച്ചാൽ ഇതുപോലെ ചോദ്യം, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ടോയെന്ന്. അതിനൊരു പ്രത്യുപകാരം എന്നോണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു, അലക ഹാജത്ത് യാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാമെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഫത്ലുബ് മിനല്ലാഹ്, നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കണം, അൻ യജഅലനി മർകൂബൻ ലി ഉമ്മത്തി, നിങ്ങളെ ഉമ്മത്തിന് ഒരു വാഹനമാക്കി എന്നെ മാറ്റാൻ. അതീറു ബിഹ, എങ്ങനത്തെ വാഹനം? ഞാൻ ഇങ്ങനെ പറക്കുന്നൊരു വാഹനമായിരിക്കണം, ഞാൻ അവരുമായി പറക്കണം. ഇന്ദ ഹൗൽ സിറാത്ത്, സിറാത്ത് പാലത്തിൻ്റെ ആ കഠിനമായ അവസ്ഥ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കൂടെ അവർക്ക് നടക്കാൻ പറ്റരുത്, എൻ്റെ ചിറകുകൾ ഏറിയിട്ട് ഇങ്ങനെ പറക്കാൻ കഴിയണം. അല്ലാ തറ ഉമ്മത്തൊക്കെ മാ യുഹസിനുഹ, നിങ്ങളെ ഉമ്മത്ത് ആ ഒരു സിറാത്തിൻ്റെ അടിയിലുള്ള അവസ്ഥ ഉണ്ടല്ലോ, സിറാത്തിൻ്റെ മുകളിലും അതിൻ്റെ ചുറ്റുമുള്ള അവസ്ഥ ഉണ്ടല്ലോ, അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളെ ഉമ്മത്ത് അനുഭവിക്കരുത്, അത് കാണുന്നെ ചെയ്യരുത്, നിങ്ങളെ ഉമ്മത്തിന് അത് കാണാൻ തന്നെ ഉള്ള ഒരവസ്ഥ കൊടുക്കരുത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളെന്നെ അള്ളാഹിനോട് പറയണം, ഒരു പറക്കുന്ന ആക്കാൻ. എന്ത് പറക്കണേ? നിങ്ങളെ ഉമ്മത്തിന്, വിശ്വാസങ്ങളെ ഉമ്മത്തിന് മുഴുവൻ കയറി നിൽക്കാൻ പറ്റുന്ന ഒരു പറക്കുന്ന വാഹനമാക്കി എന്നെ മാറ്റണം. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ മുമ്പ് പഠിച്ചിരുന്നു, തിജാനികളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ തിജാനികൾ സിറാത്തിൻ്റെ മുകളിൽ പറക്കുന്നവരായിരിക്കും, ഈ മലക്കിൻ്റെ ചിറകിലേറിയിട്ട്. ഏത് മലക്കിൻ്റെയാണ്? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ. കാരണം അവർ വേറൊന്നും കാണൂല അവിടെ. ആ റസൂലുള്ളാഹിങ്ങളെ ഉമ്മത്തിന് അള്ളാഹു കൊടുത്ത പ്രത്യേകമായ പരിഗണനയാണത്. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമും ചോദിക്കുന്നത്, എനിക്ക് ആ പരിഗണന കിട്ടണം, നിങ്ങളെ ഉമ്മത്തിനെ സേവിക്കാൻ എനിക്ക് പറ്റണം എന്നാണ്. അപ്പോൾ ആ ഹിദ്മത്താണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് നമുക്കൊക്കെ നിങ്ങളെന്തെങ്കിലും ചോദിച്ചോളി, എന്താ ഇപ്പോൾ അള്ളാഹിൻ്റെ അടുക്ക് നിങ്ങൾ വാങ്ങുക. നമ്മൾ പറയാണ്, ഞാൻ ഷെയ്ഖിൻ്റെ അടുത്തൊക്കെ പോകുന്നുണ്ട്, എല്ലാം ഷെയ്ഖ് നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരും, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എനിക്ക് നാട്ടിൽ വീട് വേണം, സ്വത്ത് വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുക. പക്ഷേ ശരിക്കും പറയേണ്ടത് എന്താ? ഷെയ്ഖിൻ്റെ മരണം വരെ ഇബാദത്ത് ചെയ്യാൻ, ഷെയ്ഖിൻ്റെ മരണം വരെ ഖിദ്മത്ത് ചെയ്യാൻ, അള്ളാഹിൻ്റെ ഇബാദത്തിലായി കഴിയാൻ ഒക്കെ എനിക്കൊരു തൗഫീഖ് ഉണ്ടാവണം. അതിനു വേണ്ടി ആഖിബത്ത് നന്നായി കിട്ടണം. ഇതിനൊക്കെ നമ്മൾ ചോദിക്കേണ്ടത്. അതുപോലെയാണ് ജിബ്രീൽ അലൈഹി സ്വലാം ചോദിച്ചത്. നിങ്ങളെ ഉമ്മത്ത് നിങ്ങൾക്ക് ഉള്ള ഹിദ്മത്ത് പോലെയാണ്, നിങ്ങളെ ഉമ്മത്തിന് ഹിദ്മത്ത് ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഹിദ്മത്തിലാണ് ഇപ്പോൾ ഓൾറെഡി ഞാൻ. അപ്പോൾ നിങ്ങളെ ഉമ്മത്തിന് ഹിദ്മത്ത് ചെയ്യാൻ പറ്റണം. ഷെയ്ഖിൻ്റെ മുരീദന്മാർക്ക് ഹിദ്മത്ത് ചെയ്യുന്ന പോലെ നിങ്ങളെ ഉമ്മത്തിന് ഹിദ്മത്ത് ചെയ്യാൻ പറ്റണം. എങ്ങനത്തെ ഹിദ്മത്ത്? അവരേറ്റവും പ്രയാസം അനുഭവിക്കുന്നൊരു ഘട്ടം അത് സിറാത്ത് പാല. കാരണം സിറാത്ത് പാലം വരെ പലരും കടന്നു പോകും. സിറാത്ത് പാലത്തിന് ഒറ്റപ്പെടുത്തായിരിക്കും. അപ്പോൾ അവിടുന്ന് എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റിയാൽ ഏറ്റവും വലിയ ഹിദ്മത്താണത്. അപ്പോൾ ആ ഹിദ്മത്തിൽ എനിക്ക് പങ്കെടുക്കാൻ നിങ്ങളെ ഏറ്റവും വലിയൊരു പ്ലെയിനാക്കണം. ആ പ്ലെയിനിൽ കയറി നിന്നിട്ട് ഇങ്ങനെ പറക്കാൻ പറ്റണം നിങ്ങളെ ഉമ്മത്തുള്ള ആളുകൾക്ക് എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു നമ്മളെ ഈ വിശ്വാസങ്ങൾ ഉമ്മത്താക്കിയതിലുള്ളൊക്കെ ഒരു മഹത്വം എത്രയാണ് പറഞ്ഞു തീർക്കാൻ കഴിയും. അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട്
നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ നോക്കി. ഒന്നാമത്തത് റസൂലുള്ളാഹിങ്ങൾ അവസാനത്തെ നബിയാക്കി നമ്മളെ ഉമ്മത്തിന് വേണ്ടിയിട്ടാണ്. കാരണം റസൂലുള്ളാഹിങ്ങളെ ഉമ്മത്തിന് റസൂലുള്ളാഹിങ്ങളെ ദുആ എതിരെയുള്ള ദുആക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് വരരുതല്ലോ. റസൂലുള്ളാഹിങ്ങൾ തങ്ങൾക്ക് ഉമ്മത്തിനോട് കാരുണ്യവും അനുകമ്പയൊക്കെ ഉണ്ടാവണം. അതിനുവേണ്ടി റസൂലുള്ളാഹിങ്ങൾ അവസാനത്തെ നബിയാക്കി. എന്തിന്? അതുവരെയുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ ആ ഉമ്മത്തുള്ള ആളുകളോട് ഒരു അനുകമ്പ തോന്നും. എന്നിട്ട് അവർക്കെതിരെ ദുആ ചെയ്യൂല, അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും, അവരെ തെറ്റുകൾ വിട്ടുവീഴ്ച ചെയ്യും, അവർ ശബ്ദിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന കാരണം കൊണ്ട്. അത് ഉമ്മത്തിനുള്ള അള്ളാഹു കൊടുത്ത വലിയ റഹ്മത്താണ് വിശ്വാസങ്ങൾ ഉമ്മത്തിനുള്ള. അതുപോലെ തന്നെ രണ്ടാമത്താണ് ഇപ്പോൾ നമ്മൾ വായിച്ച ജിബ്രീൽ അലൈഹി സ്വലാം ദുആ ചെയ്യാൻ പറഞ്ഞത് ഈ ഉമ്മത്തിനെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. നാളെ പിന്നെ സിറാത്ത് പാലത്തിൽ അവരെയും ഏറ്റിയിട്ട് എത്രത്തോളം അവർക്ക് ആ സിറാത്ത് പാലത്തിൽ അവർക്ക് വിഷമം ഉണ്ടാവില്ല, പക്ഷെ എന്നാലും മറ്റുള്ളവർ വിഷമിക്കുന്ന കാണുമ്പോഴുള്ള ഒരു വിഷമം ഉണ്ടാവുമല്ലോ, അതുപോലും അവർക്ക് ഉണ്ടാവരുത്. നേരെ അവരായിട്ട് എനിക്ക് പറന്നു പോകാൻ പറ്റണം എന്ന്. കാല അമ്രുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിർജു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ഹദ്റത്തിലെത്തി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്തഹിയാത്തിൽ ചർച്ച വരുന്നതുകൊണ്ടാട്ടോ. കാരണം അത്തഹിയാത്തിൽ മുബാറക്കാത്ത് സലവാത്ത് എന്ന് പറഞ്ഞ് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞ് ഇതൊക്കെ ഇസ്രാ മിഅ്റാജിൻ്റെ ആ സംഭവങ്ങളാണല്ലോ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് തിരിച്ചു പോകാൻ സമ്മതം കൽപ്പന നൽകിയപ്പോൾ ഇലാ ലാഹിരി, അതായത് ബാഹ്യമായ വസ്തുക്കളിലേക്ക്, വൈല മക്കാമിൻ നശാത്ത് മക്ക, അതായത് അവിടുന്ന് ജനിച്ചു വളർന്ന മക്കയിലേക്ക്, നാട്ടിലേക്ക് പോകാൻ പിന്നെ റസൂലുള്ളാഹിങ്ങൾക്ക് സമ്മതവും കൽപ്പനയും നൽകിയപ്പോൾ ദുഹില സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹാജത്ത് ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ ഈ ഒരു ചോദ്യം ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ, അത് റസൂലുള്ളാഹിങ്ങൾ മറന്നുപോയി. അദ്ഹലല്ലാഹു ലി ഹിക്മത്തി, അള്ളാഹു സുബ്ഹാനഹു തആല എന്തിനാണ് മറപ്പിച്ചത്? ഒരു ഹിക്മത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മറപ്പിച്ചത്, വെറുതെ മറപ്പിച്ചതല്ല. ഒരു ഹിക്മത്ത് ഉണ്ടാവും മറപ്പിക്കല്. വഹിയ ഐ യുരിയഹുല്ലാഹ്, അള്ളാഹുവിന് റസൂലുള്ളാഹിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. എന്താ കാണിച്ചു കൊടുക്കേണ്ടത്? അന്നഹു മഅഹു ഫി ളാഹിരിഹി വ ബാത്തിനി, നിങ്ങൾ അള്ളാഹു ബാഹ്യമായോ ആന്തരികമായോ എപ്പോഴും റസൂലുള്ളാഹിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി. വഅന്നഹു ഹാദിറുൻ മഅഹു ഫി മുറാഫഖത്തി ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കൂടെ നടക്കുന്ന സമയത്തും അവരെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കൂടെ നടക്കുന്ന സമയത്തും റസൂലുള്ളാഹിങ്ങളെ കൂടെ അല്ലാഹ് ഉണ്ടായിരുന്നു. അതായത് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യും പറയണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ചോദിക്കുന്ന സമയത്തും അല്ലാഹ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മറന്നാലും കുഴപ്പമില്ല, ആ ചോദിക്കുന്ന സമയത്തും അല്ലാഹ് ഉണ്ട്, ഇനി ശേഷവും അല്ലാഹ് ഉണ്ട്. ഏത് സമയത്തും നിങ്ങൾക്ക് അള്ളാഹിനോട് ചോദിക്കാം. അല്ലാഹ് ഈ സ്ഥലത്ത് മാത്രമോ ഈ പ്രത്യേക സമയത്ത് മാത്രമോ ഉള്ളവനല്ല, എല്ലാ സമയത്തും ഉണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും ചോദിക്കുന്നത് അള്ളാഹിനോട് തന്നെയാണ്, അള്ളാഹ് ഉത്തരം നൽകുകയും ചെയ്യും എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് ആ യാഥാർത്ഥ്യം വിശ്വാസങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വാസങ്ങൾക്ക് മറവി കൊടുത്തത്. ആ സമയത്ത് മറന്നുപോയി വിശ്വാസങ്ങൾ ചോദിക്കാൻ. ഈ ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിശ്വാസങ്ങൾ ലാഹിറിലും ബാത്തിലും ഒക്കെ അള്ളാഹാണുള്ളത്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴും അത് തന്നെയാണുള്ളത്, ഇപ്പോഴും അത് തന്നെയാണുള്ളത്. അപ്പം മക്കയിലുള്ളപ്പോൾ അത് തന്നെയാണുള്ളത്, ബൈത്തുൽ മുഖദ്ദസിലും അത് തന്നെയാണുള്ളത്, സിദ്റത്തുൽ മുൻതഹയിലും എവിടെയൊക്കെ റസൂലുള്ളാഹിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ അവരുടെ കൂടെ അത് തന്നെയാണുള്ളത്, വേറെ ആരും ഇല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. വാന്നഹു ജിബ്രീല ഇന്നമാ അർസലഹു, ജിബ്രീൽ അലൈഹി സ്വലാമിനെ അള്ളാഹു അയച്ചത് തർബിയത്തൻ ലി മുൽക്കില ഗൈറ, ഒരു തർബിയത്തിന് വേണ്ടിയാണ്, ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നിനെയല്ല. ഫഫം, അതുകൊണ്ട് ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ഫഖാല ലഹു അല്ലാഹു ജല്ല വഅല പറഞ്ഞു സ്വാസങ്ങളോട് മറന്നുപോയപ്പോൾ, അയിന ഹാജത്ത് ജിബ്രീൽ യാ മുഹമ്മദ്, അല്ല നിങ്ങൾ മറന്നുപോയോ, ജിബ്രീൽ അലൈഹി സ്വലാമിന് എന്തോ ചോദിക്കാണ്ടായിരുന്നില്ല, അതിനെപ്പറ്റി എന്താണ്? ഫദക്കറഹ, അപ്പോൾ പെട്ടെന്ന് ശ്വാസങ്ങൾക്ക് അത് ഓർമ്മ വന്നു. വത്തലബഹ, അപ്പോൾ ശ്വാസങ്ങൾ അത് ചോദിച്ചു അള്ളാഹിനോട്. സബബൻ ലാ ഐറ, എന്തിനാ ചോദിച്ചത്? ഒരു സബബായിക്കൊണ്ട്, അള്ളാഹ് ചോദിക്കാൻ പറഞ്ഞുകൊണ്ട് ചോദിച്ചു, അത്രയേ ഉള്ളൂ. അതായത് ചോദിച്ചാലേ കിട്ടുള്ളൂ അങ്ങനെയുള്ളതുകൊണ്ടല്ല. ഫഅജാബ ലഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി കൊടുത്തു.
വജഅലല്ലാഹു ജിബ്രീല, അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹി സ്വലാമിനെ വെച്ചു ഖന്തറത ലി ഉമ്മത്തി, ഈ ഉമ്മത്തിനുള്ള ഒരു പാലമായിക്കൊണ്ട്. വലില്ലാഹി, അതായത് നാളെ ഇങ്ങനെ പറക്കുന്ന ഒരു നമ്മളൊക്കെ ഏറ്റിക്കൊണ്ടുപോകുന്ന ഒരു പാലമായിക്കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാമിനെ വെച്ചു. വലില്ലാഹിൽ ഹംദ് വൽ മിന്നത്തു ലഹു, അള്ളാഹുവിനാണ് സ്തുതി, അവൻ നമ്മൾക്ക് തന്ന അനുഗ്രഹത്തിന്. നാം മുമ്പ് പറഞ്ഞതിൽ നിന്നും നമ്മുടെ സൂഖുൽ അസ്റാർ ഇലാ ഹദ്റത്ത് ഷാഹിദുൽ സാഹിദ് സത്താർ എന്ന ഗ്രന്ഥത്തിൽ നിന്നും താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ സത്തയാകുന്നു. അനന്തരം അള്ളാഹു അതിനെ പ്രകാശിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ സങ്കല്പക പ്രഭയാൽ തന്നെ തൻ്റെ നാഥൻ്റെ പ്രകാശത്തിൽ അതീവ ശോഭയോടെ അത് തിളങ്ങി നിന്നു. ആ പ്രകാശം എവിടെയെല്ലാം ചെന്നെത്തിയോ അതെല്ലാം സൃഷ്ടികളായി മാറി. ആ പ്രകാശം ചെന്നെത്താത്തവ സൃഷ്ടാവിൻ്റേതായും ശേഷിച്ചു. അങ്ങനെ നിഴലിൻ്റെ അവസ്ഥ ഉടലെടുക്കുകയും അള്ളാഹു തൻ്റെ പ്രപഞ്ചത്തെ മുഴുവൻ ആ പ്രകാശത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അതിനെ ആദരിച്ചുകൊണ്ട് അവൻ അതിനെ തൻ്റെ അർശുകൊണ്ട് ആവരണം ചെയ്തു. വിശാലമായ ഒരു മരുഭൂമിയിൽ കിടക്കുന്ന ഒരു ചെറിയ മോതിരം പോലെ മാത്രമാണ് ആ അർശും അതിനുള്ളിലുള്ള സർവ്വതും. ചുരുക്കത്തിൽ അർശിന് പിന്നിലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമില്ലാതെ മറ്റൊന്നും അവശേഷിച്ചിരുന്നില്ല. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുമ്പ് പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടി പറയുകയാണ്. വിശ്വാസങ്ങളുടെ പ്രകാശത്തെയാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത്. ആ പ്രകാശത്തിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും ഉണ്ടായത്. ഈ കാര്യങ്ങളൊക്കെ സൂര്യ വെളിച്ചത്തിൽ ഒരു നിഴലിനുള്ള അസ്തിത്വം മാത്രമേ ഈ സൃഷ്ടിജാലങ്ങൾക്കും ഉള്ളൂ എന്ന് ഇതിനു മുമ്പ് വിവരിച്ചിട്ടുണ്ട്. അതിനാൽ നാം നിരത്തുന്ന തെളിവുകളും അതുമായി തെളിവെടുക്കപ്പെടുന്ന കാര്യങ്ങളും എല്ലാം കേവലം പുതുതായി ഉണ്ടായതാണ്. സൂര്യൻ അസ്തമിക്കുമ്പോഴും ഒരു വസ്തുവിൻ്റെ രൂപം ഇല്ലാതാവുമ്പോഴും അതിൻ്റെ നിഴലില്ലാതാവുന്നത് പോലെയാണ് ഇതിനുള്ള തെളിവ്. അപ്പോൾ ഈ സൃഷ്ടിയൊക്കെ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നിഴലില്ലാണ്ടാവുന്നത് പോലെയാണ്. അപ്പം ആ നിഴലിൻ്റെ കണക്ക് ഈ വിഷയമൊക്കെ നമ്മൾ സൂര്യൻ ഒരു വസ്തു, ആ വസ്തുവിലേക്ക് സൂര്യൻ്റെ പ്രകാശം അടിക്കുന്നത് നിഴലായി മാറുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ മുമ്പ് വിശദീകരിച്ചാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒന്നുകൂടെ അതിനെപ്പറ്റി സൂചന നൽകുകയാണ്. അങ്ങനെ അതുകൊണ്ട് ഇത് മലയാളം വായിക്കാൻ കാരണം പുതുതായി സൃഷ്ടിക്കപ്പെട്ട ബുദ്ധികൾക്ക് ഗ്രഹിക്കാൻ വേണ്ടി പുതുതായി ഉണ്ടാക്കപ്പെട്ട ഒരു സൂചന മാത്രമാണിത്. ഇതൊക്കെ ഒരു തെളിവ്, നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു തെളിവ് മാത്രമേ ഉള്ളൂ. കാരണം ഈ തെളിവ് മനസ്സിലാക്കുന്ന നമ്മളുടെ ബുദ്ധിയും അള്ളാഹു സൃഷ്ടിച്ച തന്നെയാണ്. ആ ബുദ്ധികളിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള പ്രകാശം കൊണ്ട് വ്യക്തവും പരമാർത്ഥവുമായ യഥാർത്ഥ രാജാവിനെ, അതായത് അള്ളാഹുവിനെ തിരിച്ചറിയാനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ്. തീർച്ചയായും ഇസ്രാഇൻ്റെ രാവിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ബാഹ്യവും ആന്തരികവുമായ ലോകങ്ങളെ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇസ്രാഇൻ്റെ രാവിൽ എന്താണ് ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഉള്ളിലും പുറമുള്ള കാര്യങ്ങൾ വിശ്വാസങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ വിശ്വാസങ്ങൾ വേറെ എവിടേക്കോ കൊണ്ടുപോയതല്ല. വിശ്വാസങ്ങൾ തന്നെ ഉള്ളിലുള്ള യാഥാർത്ഥ്യത്തെ വിശ്വാസങ്ങൾ കാണിച്ചു കൊടുത്തു. തൻ്റെ പ്രകാശത്തിൽ നിന്ന് അവൻ സൃഷ്ടിച്ചെടുത്ത മഹത്തായ സൃഷ്ടിജാലങ്ങളെ മുഴുവൻ അവിടത്തേക്ക് വെളിപ്പെടുത്തി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസങ്ങളെ തന്നെ പ്രകാശം കൊണ്ട് അള്ളാഹു ഇവിടെ സൃഷ്ടിച്ച എല്ലാത്തിനെയും വിശ്വാസങ്ങൾക്ക് തന്നെ അള്ളാഹു കാണിച്ചു കൊടുത്തു. സൃഷ്ടികളുടെ എല്ലാം മൊത്തത്തിലുള്ളതും വിശദവുമായ അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അള്ളാഹു ജല്ല വഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഒരു അംശം പോലും ബാക്കി വെക്കാതെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സർവ്വതും അവിടത്തേക്ക് കാണിച്ചു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അത് കുറച്ച് ഭാഗം കൂടി ഞാൻ പ്രിപ്പയർ ചെയ്തതിന് സമയമില്ല, കുറേ ഉണ്ട്. പക്ഷെ അത് അടുത്ത പ്രാവശ്യം അടുത്ത ദർസിലത് ബാക്കി പറയാം. ജസാക്കല്ലാഹു ഖൈർ.